ഇന്നിനോടൊപ്പം ഉള്ളത് ആക്ട്രസ്സാണ്, മോഡലാണ്, സിംഗറാണ്, ഡാൻസറാണ്, ആങ്കറാണ്, ഒരു സകലകലാ വല്ലഭിയാണ്. നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ഡോക്ടർ ദിവ്യയാണ് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. സീരിയലിലേക്ക് വന്നു. സീരിയൽ വന്നു, അതിലും ഒരു 3-4 സീരിയല് ഹീറോയിനായിട്ട് തന്നെ ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും പ്രൊഫഷനിലേക്ക് തന്നെ പോയി. നമ്മള് ഹോമിയോപ്പതി എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു വിഭാഗമാണ്. എന്ന് വെച്ചാൽ അതിനകത്ത് നമ്മളെ ഫിസിക്കൽ സിംറ്റംസ് മാത്രമല്ല, ഒരാളുടെ മെന്റൽ സിംറ്റം ഉൾപ്പെടെ എടുക്കുന്നത്. ഒരു ദിവസം കൊണ്ട് വയറ് കുറയും, ഒരു ദിവസം കൊണ്ട് വണ്ണം കുറയും, വണ്ണം കൂടും, ഇതൊക്കെ ഉള്ളതാണോ? ഒരു ദിവസം കൊണ്ടൊന്നും കൂടത്തില്ല, ഒരു ദിവസം കൊണ്ട് കുറയത്തുമില്ല, ഒരു ദിവസം കൊണ്ട് മുടിയും വളരത്തില്ല. ഇതാണ് അതിനകത്ത് സത്യം. മുടി കൊഴിയും, നന്നായിട്ട് പൊഴിയും, മുടി പൊഴിയും. വെയിറ്റ് കുറയുമ്പോ കൂടെ മുടിയും പൊഴിയും. കാരണം ബോഡി പെട്ടെന്ന് ബാലൻസ് ചെയ്യില്ല, പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യില്ല അതുമായിട്ട്. കാരണം ബോഡിയെ സംബന്ധിച്ച് മുടി എന്ന് പറയുന്നത് നമുക്ക് പ്രയോറിറ്റി ഉണ്ടെങ്കിലും ബോഡിക്ക് ലീസ്റ്റ് പ്രയോറിറ്റിയാണ്. മുടിയില്ലെങ്കിലും ശരീരത്തിന് പ്രശ്നമൊന്നുമില്ല, നമുക്കുള്ളൂ പ്രശ്നം. ചൂടുള്ള സാധനങ്ങൾ, തണുപ്പുള്ള സാധനങ്ങൾ ഒരുപാട് കഴിക്കുന്ന ആൾക്കാരുണ്ട്. ചായയൊക്കെ ഭയങ്കര ചൂടായിട്ട് കഴിക്കുന്നവരുണ്ട്. ചായയോ കാപ്പിയോ ഒക്കെ ചൂടുവെള്ളം കുടിക്കുന്നവരുണ്ട്. ഇത് ചുണ്ടിന് ഡാമേജ് ആക്കാം. അപ്പൊ അതിന് നമ്മൾ മൈക്രോ പിഗ്മെന്റേഷൻ പോലുള്ള, ലിപ് ന്യൂട്രലൈസേഷൻ പോലുള്ള ടെക്നിക്സ് ഉണ്ട്. അതിപ്പോ അജിന്റെ ചുണ്ട് കറുപ്പാണെന്ന് അജിന് തോന്നുന്നെങ്കിൽ നമുക്ക് ആ ചുണ്ടിന്റെ കളർ തന്നെ മാറ്റി. അല്ലല്ല, എന്റെ ചുമന്നായിരിക്കും, എന്റെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഈ വെളുപ്പ് എനിക്ക് കിട്ടുമോ? തീർച്ചയായിട്ടും അത് കിട്ടും, ആ കളർ കിട്ടും, ഈ കളർ കിട്ടും, ഉറപ്പായിട്ടും കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. പക്ഷെ അത്ര നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കണ്ണിന്റെ അടിയിലത്തെ കറുപ്പ് എങ്ങനെ മാറും, അല്ലെ കറുപ്പ് വരാനുള്ള കാരണം എന്താണ്? മദ്യപാനം. കണ്ണിനടി കറുപ്പ് വരും? പിന്നെ എന്തുകൊണ്ട് വിശേഷമൊക്കെ? Hey, it's me Ajin Varghese. Let's welcome to our show Chat with Ajin. അറിയുന്ന കാര്യം മാത്രം പറഞ്ഞു തരും, അറിയാത്ത കാര്യം തുറന്നു പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടോ എന്ന് ചോദിച്ച സ്വപ്നങ്ങളിൽ മാത്രം. ഇന്നിനോടൊപ്പം ഉള്ളത് ആക്ട്രസ്സാണ്, മോഡലാണ്, സിംഗറാണ്, ഡാൻസറാണ്, ആങ്കറാണ്, ഒരു സകലകലാ വല്ലഭിയാണ്. തൻ്റെ അവതരണ ശൈലി കൊണ്ട് മലയാളി മനസ്സുകൾ കീഴടക്കിയ നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ഡോക്ടർ ദിവ്യയാണ് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. താങ്ക് യു സോ മച്ച്. സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? സുഖമായിരിക്കുന്നു. ഡോക്ടർ ദിവ്യയുടെ ഫേസ് കാണുമ്പോഴും ആ ഒരു ചിരി കാണുമ്പോഴും എനിക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് കേട്ടോ. എനിക്കും എന്താ ചോദിക്കുന്നതെന്ന് അറിയാനിട്ട് എനിക്കും ഒരു ഇൻട്രസ്റ്റ്. ശരിക്കും ഡോക്ടർ ദിവ്യ എന്ന യൂട്യൂബ് ചാനല് ആളുകൾ ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണം, ഞാൻ ഇന്റർവ്യൂ പറഞ്ഞ പോലെ തൻ്റെതായ അവതരണ ശൈലിയുണ്ട്. ആ ഒരു അവതരണ ശൈലി വരാൻ കാരണം ഒരു ആങ്കർ തന്നെയായിരുന്നല്ലേ? അപ്പൊ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഡാൻസർ ആയിരുന്നു, ആങ്കർ ആയിരുന്നു, എല്ലാം സിഗ്നേച്ചർ പതിപ്പിച്ചിട്ടുണ്ട് എല്ലാ മേഖലയിലും. അപ്പൊ ഇതിനൊരു തുടക്കം ഇവിടെ നിന്നായിരുന്നു? തുടക്കം സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് കുറച്ച് കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ആസ് യൂഷ്വൽ പാട്ട്, ഡാൻസ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. പിന്നെ ഞാൻ ഒരു 5ാം ക്ലാസ് മുതൽ അത്യാവശ്യം പത്രം വായിക്കുമായിരുന്നു, മലയാളം പത്രം വായിക്കുമായിരുന്നു. അതിപ്പോഴും വായിക്കാറുണ്ട്, അങ്ങനെ വായിക്കും. അപ്പൊ എനിക്ക് മലയാളത്തിൽ അത്യാവശ്യം നല്ല ഒരു ഹോൾഡ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അങ്ങനെ വന്നപ്പോ ഈ ആങ്കറിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ശുദ്ധമായ മലയാളം പറയുന്ന ആൾക്കാർ വളരെ കുറവാണെന്നാണ്. ഇപ്പൊ എല്ലാവരും മലയാളം പറയുമെങ്കിലും ശുദ്ധമായ മലയാളം ശരിക്കും ദായും ധായും ഒക്കെ ചേർത്ത് പറയുന്ന ഒരു ഇച്ചിരി പ്രയാസമാണ് ഇപ്പോഴും. അപ്പൊ അവിടെയാണ് എനിക്ക് ആങ്കറിങ്ങിൽ ഒരു മേൽക്കൈ ഉണ്ടായത്. അപ്പൊ പാട്ട്, ഡാൻസ് കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള ഒരു അത്യാവശ്യം നമുക്ക് വലിയ കുഴപ്പമില്ലാതായി. അതിപ്പോ എത്ര ക്രൗഡ് ആണെങ്കിലും നമുക്ക് വലിയ പ്രശ്നമില്ലെന്നായി. ശരിക്കും എല്ലാവരും ഒരു പേടിയും അത് തന്നെ, എങ്ങനെ ആളുകളെ ഫേസ് ചെയ്യും. അവിടെ ഡോക്ടർ ദിവ്യക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു, അത് കുഴപ്പമില്ല. കുറച്ചുപേരെ ഇങ്ങനെ കണ്ട് നമുക്ക് അതൊരു പ്രശ്നമല്ലാതായി. പിന്നെ ഈ പറഞ്ഞതുപോലെ മലയാള ഭാഷയുടെ ഒരു ഇത് വെച്ചിട്ടാണ് ദൂരദർശൻ പോലുള്ള ചാനലിൽ ഞാൻ ഏകദേശം ഒരു 10 വർഷത്തോളം ആങ്കർ ചെയ്തിട്ടുണ്ട്. അത് കുറച്ചൊരു സീരിയസ് ഇഷ്യൂസ് കൈകാര്യം ചെയ്യുന്ന, അല്ലെങ്കിൽ അത്രയ്ക്കും സെലിബ്രിറ്റീസ് എന്ന് പറഞ്ഞാൽ ഹൈ എൻഡ്, ഇപ്പം ISRO ചെയർമാൻ സോമനാഥ് സാർ പോലെ, അല്ലെങ്കിൽ സക്കീർ ഹുസൈൻ സാർ പോലെ അത്രയും പ്രോമിനന്റ് ആൻഡ് എമിനന്റ് ആൾക്കാരുമായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാലോ, കാര്യകാരണ പ്രസക്തമായ കാര്യങ്ങൾ നമ്മൾ ചോദിക്കാൻ പറയാൻ ചെയ്യണം. അതിനുവേണ്ടി കുറെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. ആ ഒരു രീതിയിലാണ് ആങ്കറിങ്ങിലേക്ക് വന്നത്. പിന്നെ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ അന്ന് ഒത്തിരി ചാനലും ഇതുപോലെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ TV തന്നെയാണ് മിക്കവാറും ആൾക്കാർ കാണുന്നത്. അപ്പൊ നമ്മളെ എല്ലാവർക്കും അറിയാം. പിന്നെയാണ് അത് കണ്ടിട്ടാണ് പിന്നെ അഭിനയത്തിലേക്ക് വരുന്നത്. അഭിനയത്തിലേക്ക് ഇപ്പൊ പാട്ടിന്റെ ഒരു പ്രോഗ്രാം കണ്ടിട്ടാണ് ചിപ്പി ചേച്ചി, നമ്മുടെ ഫിലിം സ്റ്റാർ ചിപ്പി ചേച്ചിയുടെ പ്രൊഡക്ഷനിലുള്ള ഒരു സീരിയലിലേക്ക് ആദ്യം വിളിക്കുന്നു, ചേച്ചിയുടെ അനിയത്തിയായിട്ട്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെയാണ് പതുക്കെ അഭിനയത്തിലേക്ക് വരുന്നത്. പിന്നെ ഡോക്ടർ എസ് ജനാർദ്ദനന്റെ മഹാസമുദ്രം എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ലാലേട്ടന്റെ സിസ്റ്റർ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്.
അത് കഴിഞ്ഞിട്ട് സത്യൻ സാറിന്റെ രസതന്ത്രത്തിനകത്ത് ലാലേട്ടൻ്റെ അഗൈൻ ഫ്ലാഷ് ബാക്കിൽ സിസ്റ്ററായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ സിനിമ കഴിഞ്ഞ് അതിൽ നിന്ന് കുറച്ച് ബ്രേക്ക് എടുത്തു. ഈ പറഞ്ഞ പോലെ പഠനം കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ബ്രേക്ക് പോയി. തിരിച്ച് വീണ്ടും മാരേജ് കഴിഞ്ഞു. കുഞ്ഞായതിനു ശേഷം തിരിച്ച് സീരിയലിലേക്ക് വന്നു. സീരിയൽ വന്ന് അതിലും ഒരു 3-4 സീരിയല് ഹീറോയിനായിട്ട് തന്നെ ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും പ്രൊഫഷനിലേക്ക് തന്നെ പോയി. അതിന്റെ കൂടെ അതെ, പിന്നെ അതിന്റെ കൂടെ തന്നെ ആങ്കറിങ് എപ്പോഴും ചെയ്യുന്നുണ്ട്. സ്റ്റേജ് ഷോസ്, ആങ്കറിങ്ങും എല്ലാം TV എല്ലാ ചാനൽസിലും എല്ലാം ചെയ്യുന്നുണ്ട്. അതങ്ങനെ അങ്ങ് പോകുന്നു. അങ്ങനെ ഡോക്ടർ ദിവ്യ ഇതൊരു ക്ലിനിക്ക് ഇട്ട് നിൽക്കുന്നു. മറ്റ് ക്ലിനിക്കിനേക്കാൾ എന്ത് വ്യത്യസ്തതയാണ് ഡോക്ടർ ദിവ്യയുടെ ക്ലിനിക്കിനുള്ളത്? മറ്റ് ക്ലിനിക്ക് എന്ന് പറയുമ്പോൾ ഓരോരുത്തരും ഓരോ സ്പെഷ്യാലിറ്റിയാണ് ചെയ്തിരിക്കുന്നത്. ഞാനൊരു ഹോമിയോപ്പതി ഡോക്ടറാണ്, ഹോമിയോപ്പതിയാണ് പഠിച്ചത്. ഹോമിയോപ്പതിയിൽ എനിക്ക് കോസ്മെറ്റോളജി വളരെ ഇൻട്രസ്റ്റ് ഉള്ള വിഷയമാണ്. എന്നുവെച്ചാൽ സ്കിന്ന്, ഹെയർ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോസ് ഇടുന്നതും അങ്ങനെയുള്ള വീഡിയോസ് ആയിരുന്നു. ശരിക്കും പ്രേക്ഷകരാണ് എന്നെ ഒരു കോസ്മെറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ രീതിയിലാക്കി മാറ്റിയത്. കാരണം ഞാനിപ്പം മുഖം വൃത്തിയാക്കാൻ, അല്ലെന്നുണ്ടെങ്കിൽ സ്കിന്ന് നന്നാക്കാൻ, ഹെയർ നന്നാക്കാൻ ഒക്കെ വീഡിയോ ഇടുമ്പോൾ ആ വീഡിയോ അല്ലാത്ത ഏത് വീഡിയോ ഇട്ടാലും ഇവർ കമന്റ് വയ്ക്കും, മറ്റേ മുഖത്തിനെ പറ്റിയുള്ള വീഡിയോ ഇടും ഡോക്ടറെ, ഇല്ലെങ്കിൽ ഇതിന്റെ പൊടിക്കൈ പറയും. അങ്ങനെ ഇപ്പൊ നമ്മളിപ്പോ വയറുവേദന അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് ഇതൊക്കെ അതൊന്നും അധികം കാണാൻ ആൾക്കാർക്ക് താല്പര്യമില്ല. ആൾക്കാർക്ക് ഇത്ര ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് അതിലേക്ക് കൂടുതൽ ഇത് ചെയ്തുകൂടാ. അങ്ങനെയാണ് ഞാൻ എന്റെ ഹയർ സ്റ്റഡീസ് ചെയ്തത്. ഞാൻ ചെയ്തു, പിന്നെ അത് ചെയ്തു. കോസ്മെറ്റോളജിയിൽ നമ്മൾ ഫെലോഷിപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് മൈക്രോ പിഗ്മെന്റേഷനിൽ ചെയ്തു. അതുപോലെ തന്നെ പെർമനന്റ് മേക്കപ്പിൽ ചെയ്തു. അങ്ങനെ യോഗ, മെഡിറ്റേഷൻ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഞാൻ എല്ലായ്പ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് വേറൊരു സൈഡ്. അങ്ങനെ ഹോമിയോപ്പതിയിൽ എങ്ങനെ നമുക്ക് കോസ്മെറ്റോളജി ഇൻകൾക്കേറ്റ് ചെയ്യാം എന്നാണ് ഞാൻ ആലോചിച്ചത്. കാരണം നമ്മുടെ മെഡിസിൻസിൽ ഒരുപാട് എല്ലാം നാച്ചുറൽ സോഴ്സിൽ നിന്ന് എടുക്കുന്ന മെഡിസിൻ ആണ്. പൊതുവെ കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് താല്പര്യമില്ലാത്ത ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് ചെയ്ത് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടായത്, അല്ലെങ്കിൽ അവർക്കത് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് മോഡേൺ ടെക്നിക്സും മെഷീൻസും യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു ഇതിൽ. അതിനകത്താണ് ഞാൻ റിസർച്ച് ചെയ്തത്. അതിനകത്താണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതാണ്. അപ്പൊ എനിക്ക് ആലോചന വന്നത് ആ രീതിയിലാണ്, ഇതിലെങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. ഈ ഇടുന്ന വീഡിയോസിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അറിയാൻ ആഗ്രഹിക്കുന്ന അല്ലെ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഫസ്റ്റ് ചോദ്യം മുഖം വെളുക്കുക, അല്ലെങ്കിൽ വെളുക്കാൻ എന്ത് ചെയ്യാം, അതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മുടി വളരാൻ അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ മാറ്റാൻ. എല്ലാവർക്കും മുടി കൊഴിച്ചിലുണ്ട്. താരൻ മാറ്റാൻ. ഇത് 3 എണ്ണമാണ് മിക്കവാറും. പിന്നെ വണ്ണം കുറയ്ക്കാൻ. ഇത് 4 ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് സാധാരണ വരാറുള്ളത്. ഇത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇപ്പൊ ഈ മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ ഈ മുഖക്കുരുവിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വന്നത് ഈ ടാറിന്റെ അകത്ത് അല്ലേ, റോഡി ടാറ് പൊളിഞ്ഞ് കിടക്കുന്ന പോലെ ഒരു മുഖമായിരുന്നു ദിവ്യയുടെ. ആണ്, ഓഫ് കോഴ്സ് അങ്ങനെയായിരുന്നു. എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നല്ലോണം മുഖക്കുരു വരുമായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മാത്രമല്ല, ഇപ്പോഴും എനിക്ക് മുഖക്കുരു വരും. എനിക്ക് അത്യാവശ്യം വയസ്സും പ്രായമൊക്കെ. പക്ഷെ ഇപ്പോഴും ഞാൻ ഓയിലി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പായിട്ട് കുരു വരും. അപ്പൊക്കെ കളിയാക്കിയിട്ടുണ്ട് ആൾക്കാര്. അന്ന് കളിയാക്കിയത് എന്തൊക്കെ പറഞ്ഞായിരുന്നു? മുഖം ഇപ്പോഴും കുഴിയുണ്ട് കേട്ടോ. നിങ്ങൾ വീഡിയോസ് ഒക്കെ എടുത്തു നോക്കിയിട്ട് കമന്റ് ഇടണം. ഞാൻ മുഖത്തെ കുഴി മാറ്റാൻ എന്ത് ചെയ്യാം, അത് ഞാൻ പറയാം. ഇത് പറഞ്ഞിട്ട് പറയാം കളിയാക്കിയത് എന്തൊക്കെയാണ്. മുഖം മുഴുവൻ ഗട്ടറാണല്ലോ, ഇതിനകത്തൊക്കെ ടാറ് മറ്റേ 1.5 ഇഞ്ചിന്റെ മെറ്റൽ ഇടണമല്ലോ, പിന്നെ കുഷ്ഠമാണോ എന്നൊക്കെ ചോദിച്ച ആൾക്കാർ വരെ ഉണ്ട്. എന്നുവെച്ചാൽ മുഖത്തെ കുരു കണ്ടിട്ട്. പക്ഷെ അതൊക്കെ അന്ന് എനിക്കത് ലൈറ്റായിട്ട് എടുക്കാൻ പറ്റിയത് എങ്ങനെ പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇന്നത്തെ കുട്ടികൾ പലരും കളിയാക്കൽ കേട്ടിട്ട് വന്നിരുന്ന് ഭയങ്കരമായി ക്ലിനിക്ക് വന്നിരുന്ന് കരയാറുണ്ട്. എന്നെ അങ്ങനെ കളിയാക്കി, ഇങ്ങനെ കളിയാക്കി ഡോക്ടർ, എനിക്ക് ഞാൻ സ്കൂളിൽ പോകത്തില്ല എന്നൊക്കെ ഈ കാലഘട്ടത്തിൽ പറയുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ. അന്നത്തെ കാലഘട്ടത്തിൽ എനിക്കത് ലൈറ്റായിട്ട് എടുക്കാൻ പറ്റിയത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഈ കാലഘട്ടത്തിൽ കളിയാക്കൽ വളരെ കൂടുതലാണ്. ഞാൻ അന്നേരം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പിള്ളേർ പറയുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങൾ വന്ന് പറയുമ്പോൾ. നമ്മൾ അന്ന് അത് പറഞ്ഞെങ്കിൽ എന്റെ കുഴി കുറച്ചൊക്കെ ഇപ്പൊ കുറഞ്ഞു. ഞാൻ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് കുറച്ചൊക്കെ ഞാൻ അങ്ങ് നികത്തി. ഇപ്പോഴും നികത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോഴും ഇപ്പോഴും വന്നിട്ട് ആൾക്കാർ കമന്റ്, ഇപ്പൊ കുഴിയുടെ കാര്യം തന്നെ പറയാന്ന് വെച്ചാൽ, കുഴി മാറ്റാൻ എന്ത് ചെയ്യും? ആദ്യം നിങ്ങളുടെ മുഖത്തെ കുഴി മാറ്റും. ഡോക്ടറിന്റെ മുഖം മുഴുവൻ കുഴിയാണല്ലോ, കുഴി അറിയുന്നേ ഇല്ല. അറിയാലോ ആൾക്കാരുടെ കമന്റ്. ഈ ഒരു രീതിയിലാണ് കമന്റ് ഇപ്പോഴും വരുന്നത്. ഇപ്പോഴാണല്ലോ ആൾക്കാർക്ക് ഇതിനകത്തൂടെ കൂടുതൽ കമന്റ് ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി വരും. കാരണം ഇവര് പണ്ട് എന്റെ മുഖം കണ്ടിട്ടില്ല. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പോളിഷ് ചെയ്തെടുക്കാൻ എന്തായാലും പറ്റില്ല. അതിങ്ങനെ ക്രമേണയായിട്ട് നമുക്ക് ആ കുഴികൾ അപ്പിയറൻസ് കുറയ്ക്കാൻ പറ്റും. ഇപ്പൊ എന്റെ ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി കുഴി കാണാൻ പറ്റില്ല. പക്ഷെ സൈഡിലോട്ട് എനിക്ക് അത്യാവശ്യം കുഴിയുണ്ട്. അപ്പൊ അതിന് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്താലേ പറ്റുള്ളൂ. ട്രീറ്റ്മെന്റ് ചെയ്താൽ നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ
കമന്റ് കേൾക്കാൻ നമുക്ക് ചിരിയും വരും, അതിനെ അവർ ലൈറ്റ് ആയിട്ട് എടുക്കും. ഇങ്ങനെ പല കമന്റ്സും വരും കേട്ടോ. ഞാൻ ലിപ്സ്റ്റിക്കിനെ പറ്റി വീഡിയോ ഇട്ടിട്ട് ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നത് നല്ലതാണോ എന്നൊരു ചോദ്യം. അപ്പൊ ഞാൻ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നത് ഒരിക്കലും നല്ലതല്ല. അപ്പൊ അതിന്റെ കമന്റ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ, എന്നിട്ട് ഞാൻ പറഞ്ഞു എങ്ങനെയൊക്കെ ലിപ്സ്റ്റിക്സ് ഉപയോഗിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ടിൻറ്റഡ് ലിപ് ബാം ഉപയോഗിക്കണം, പിന്നെ മൈക്രോ പിഗ്മെന്റേഷൻ പോലുള്ള പ്രൊസീജിയർ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ലൈറ്റ് ഷെയ്ഡ്സ് യൂസ് ചെയ്യണം, അങ്ങനെയൊക്കെ ഞാൻ കുറച്ച് ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ചുണ്ടിൽ എന്തോ കിടക്കുന്നത്, ഡോക്ടറുടെ ചുണ്ടിൽ മൊത്തം ലിപ്സ്റ്റിക് ആണല്ലോ, നിങ്ങൾ ആദ്യം അത് മായ്ച്ചു കളഞ്ഞു സംസാരിക്കേ. ലിപ്സ്റ്റിക്കിനെ പറ്റി പറയുമ്പോ ഇത് ഇടാതെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കമന്റ്. സത്യം പറഞ്ഞാൽ ചിരി വരും വായിക്കുമ്പോ. എന്നുവെച്ചാൽ നമുക്കറിയാം ഇതിങ്ങനെ തന്നെ ആയിരിക്കും. നമ്മളെ ആങ്കറാണ്, നമ്മളൊരു സാധാരണ ശരാശരി ബുദ്ധിയുള്ള ഒരു മലയാളി തന്നെയാ. നമുക്കറിയാം എന്ത് പറഞ്ഞാൽ ഇത് എവിടെ ആയിരിക്കും, ഇത് എങ്ങനെ എങ്ങോട്ട് എങ്ങനെ തിരിച്ചു വരുന്നത്. അപ്പൊ എന്താ പറയാ, അപ്പൊ ഇത് കേക്കല്ല, ഇത് ഇങ്ങനെ എന്താ പറയുക, എന്തുവാ പറയാന്ന് പറയാ. ലിപ്സ്റ്റിക്കിനെ പറ്റി വീഡിയോ അവര് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, മൊത്തം കാണത്തില്ല, എന്നാ പിന്നെ തകർക്ക് തന്നെ. അതാണ് സംഭവം. അപ്പൊ അത് എല്ലായിടും ഉണ്ട്. കമന്റ് എന്ന് പറയുന്നത് ഇപ്പോഴും ഉണ്ട് കേട്ടോ. അത് പണ്ടുകൊണ്ട് ഇപ്പോഴും ഉണ്ട്. നമ്മൾ അതിനെയൊക്കെ അതിൻ്റെതായ രീതിയിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. ഞാൻ ഇങ്ങനെ തന്നെ പോകും. നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ, നമുക്ക് അങ്ങനെ ഒത്തിരി ഒന്നും മാറാനൊന്നും പറ്റത്തില്ല. ഈ ഒരുപാട് ഡോക്ടർമാരെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര വൈബായിട്ട് ഇത്ര ഇടപെടാൻ എങ്ങനെ സാധിക്കുന്നു? നമ്മൾ എപ്പോഴും സംസാരിക്കുമല്ലേ, എന്ന് വെച്ചാ ഡോക്ടർമാര് പൊതുവെ മിണ്ടത്തില്ലെന്നൊരു ഇതുണ്ടോ? ഉണ്ട്. ഞാൻ ചോദിക്കുന്നത് എനിക്ക് പേഴ്സണലി തോന്നിയതാ. കുറച്ച് വെയിറ്റ് ഒക്കെ ഇട്ട് കുറച്ച് സ്റ്റാൻഡ് ഒക്കെ ആയി. അതെന്താണെന്നറിയാം, നമ്മള് ഹോമിയോപ്പതി എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു വിഭാഗമാണ്. എന്ന് വെച്ചാൽ അതിനകത്ത് നമ്മൾ ഫിസിക്കൽ സിംറ്റംസ് മാത്രമല്ല, ഒരാളുടെ മെന്റൽ സിംറ്റം ഉൾപ്പെടെ എടുക്കുന്നത്. അപ്പൊ അജിൻ എൻ്റെ അടുത്ത് വരും, അജിൻ പറയണം എനിക്ക് വയറിനകത്ത് നെഞ്ചരിച്ചിലാണ്, പുളിച്ചതട്ടിലാണ് ഡോക്ടർ, എനിക്ക് തലമുടി പൊഴിച്ചിട്ടുണ്ടെന്നൊക്കെ പറയാം. അജിൻ ശരി, ഞാൻ ആ സിംറ്റം എല്ലാം എഴുതിയെടുക്കും. എന്നിട്ട് അജിനോട് ചോദിക്കും മാനസികമായിട്ട് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ, സ്ട്രെസ് ഉണ്ടോ. ഇങ്ങനെ തുടങ്ങി ഒരു 30 to 40 മിനിറ്റ് ആണ് നമ്മുടെ കേസ് ടേക്കിംഗ് വരുന്നത്. ഇതിനകത്ത് നമ്മുടെ മെന്റൽ സിംറ്റം കൂടി എടുക്കുന്നത്. ചിലപ്പോൾ ഇത് ഫിസിക്കൽ ആയിരിക്കില്ല, കാരണം നിങ്ങൾ പോയി എൻഡോസ്കോപ്പി ചെയ്യുന്നു, കോളനോസ്കോപ്പി ചെയ്യുന്നു, കുറെ ആന്റാസിഡ്സ് കഴിക്കുന്നു, എന്നിട്ടും മാറ്റമില്ല, നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഇപ്പോഴും നെഞ്ചരിക്കും പുളിച്ചുവിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന സ്ട്രെസ്സിന്റെ ഭാഗമാണത്. ഇത് ഞാൻ പറഞ്ഞ ഒരു കാര്യം. പിന്നെ മെന്റലി നമുക്ക് പല കാര്യങ്ങളും ഉണ്ടാവാം, അതുകൊണ്ടൊക്കെ ഉണ്ടാവാം. അപ്പൊ ഈ മൈൻഡ് അറിയണമെങ്കിൽ എന്ത് ചെയ്യും? പറയൂ, നിങ്ങളുടെ മാനസിക പ്രശ്നം പറയൂ എന്ന് പറഞ്ഞ് ആരായിരിക്കും ഇത് പറയുന്നത്? അങ്ങനെയല്ല. നമ്മൾ അവരോടൊരു സൗഹാർദ്ദപരമായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു വരുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ അവർ കാണും. പിന്നെ അവർ ഡോക്ടറിനെ കാണാൻ വേണ്ടി മാത്രം വരും, അല്ലെങ്കിൽ കുറച്ചൊരു 5 മിനിറ്റ് സംസാരിച്ചാൽ മതി എന്നുള്ള രീതി വരും. അങ്ങനെയാണ് ഞാൻ അധികം അത്ര സംസാരിക്കുന്ന ആളായിരുന്നില്ല പണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ നിർഗളം ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ എന്റെ പേഷ്യൻസിനോടുള്ള ആ ഒരു ഇതുകൊണ്ടായിരിക്കും. ഈ സംസാരമാണ് ഡോക്ടറുടെ വിജയം കേട്ടോ. ആണോ? ശരിക്കും ഇപ്പം പറഞ്ഞു ഒരുപാട് ആൾക്കാർ മെന്റൽ പ്രഷറായിട്ടൊക്കെ വന്ന് സംസാരിക്കുമ്പോഴും ഇതിനൊക്കെ ഒരു അർത്ഥം അല്ലെങ്കിൽ ഒരു മീനിങ് എന്ന് പറയുന്നത് കേട്ടിരിക്കാൻ ഒരാൾ ഇല്ലാത്തതാണോ? സത്യം. അത് ഒരുപാട് പേര് വന്ന് പറയാറുണ്ട് കേട്ടോ. ഈ നമ്മള് സമൂഹത്തിൽ വളരെ വലിയ പൊസിഷനിൽ നിൽക്കുന്ന ഒരു ശരാശരി സാധാരണക്കാരൻ വിചാരിക്കുന്ന പറഞ്ഞാൽ വലിയ കാർ ഉണ്ടാവുക, വലിയ വീടുണ്ടാവുക, ഒരുപാട് ബാങ്ക് ബാലൻസ് ഉണ്ടാവുക, ലക്ഷൂറിയസ് ലൈഫ് നമ്മൾ പറയുമല്ലോ, ഒരുപാട് ഫോറിൻ കൺട്രീസിൽ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യുക, ഇതൊക്കെയാണ് ലൈഫ് എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഒരു പുതിയ ഇതെന്ന് പറഞ്ഞാൽ യൂട്യൂബേഴ്സ് കപ്പിൾ വീഡിയോസ് കാണുമ്പോൾ ഇതാണ് കപ്പിൾ ടാർഗറ്റ് എന്നുള്ള, അല്ലെങ്കിൽ ഫാമിലി ഗോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിചാരം ഉണ്ട് ഇപ്പോഴത്തെ ആൾക്കാർക്ക്. അപ്പൊ ഇതാണ് സത്യം എന്ന് വിചാരിക്കുന്ന ഒരു രീതിയുണ്ട്. ഇവരുടെ മനസ്സിൽ എപ്പോഴും ഒരു ഡിസപ്പോയിന്റ്മെന്റാ, എന്റെ ജീവിതം എന്താ ഇങ്ങനെ ആയിപ്പോയെ, എനിക്കെന്താ ആരും ഇല്ലാത്ത, ഞാൻ മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോയെ എന്നൊരു സാധനം. ഇപ്പൊ അത് അങ്ങനെയല്ല. ഒരുപാട് പേർക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ എത്ര ലക്കിയാണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനോ, അല്ലെങ്കിൽ അവർ പറയുന്നൊന്ന് കേട്ടോണ്ടിരുന്നാൽ മതി, വേറെ ഒന്നും വേണ്ട. നമ്മൾ പറയല്ലേ, ഒരു നല്ല ഭാര്യയും ഭർത്താവാൻ എന്താവണമെന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യണ്ട. ഇപ്പൊ ഭാര്യ ഒന്ന് പറയാണ്, എനിക്കാണെങ്കിൽ എനിക്ക് ഇന്ന് മൊത്തം പ്രശ്നമായിരുന്നു, എനിക്ക് അവിടെ നിന്ന് അത് ശരിയായില്ല, ഇത് ശരിയായില്ല. അപ്പൊ ഭർത്താവ് പറഞ്ഞു, നീ എന്താ അത് അങ്ങനെ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒന്ന് വൻ വഴക്കായിരിക്കും. അതിന് പകരം അങ്ങനെ ആയിരുന്നല്ലേ, സാരമില്ല എന്ന് പറഞ്ഞാൽ മതി. എന്തിനും ഈ ഒരു എന്നാ കേട്ടാ മതി. ഇവരുടെ ഒരു സൊല്യൂഷനും അവർക്ക് വേണ്ട. ഈ പറയുന്ന മൊത്തം ഇങ്ങനെ കേട്ടോണ്ടിരുന്നാൽ മതി. അപ്പൊ ആ കേൾക്കുമ്പോൾ അവർക്കൊരു സമാധാനം. ഒരു ഗുഡ് ലിസണർ ആയിരിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ്. നമ്മൾ എന്തെങ്കിലും ഇടയ്ക്ക് കയറി പറയും, അല്ലെ ഇൻട്രാക്ട് ചെയ്യും, അതും ഒരു കഴിവാ. മിണ്ടാതിരുന്നത് കേട്ടിട്ട് സമാധാനമായിട്ട് എല്ലാം ശരിയാവും. ഒറ്റ വാക്ക് ചിലപ്പോൾ പറഞ്ഞാൽ മതിയായിരിക്കും. അവരതിൽ തന്നെ കുറച്ചെങ്കിലും റിലീഫ് ഇപ്പോഴും കേട്ടിരിക്കാൻ ആളുകൾ ഇന്നും കാത്തിരിപ്പുണ്ട്. പിന്നെ ഒരുപാട് പേര് പറയാറുണ്ട് എന്നെ കേൾക്കാൻ ആളില്ല എന്ന്. അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലേ ഇഷ്ടംപോലെ. അപ്പൊ അതിനൊക്കെ മാറ്റണമെന്ന് കേട്ടിരുന്നാ മതി. അത് എന്താ പറയാ, അത് കേൾക്കുന്ന ആളിനെ പോലെ ഇരിക്കും. ഡോക്ടർ, ഇനി ഏറ്റവും കൂടുതൽ പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹമുള്ള ചോദ്യങ്ങളിലോട്ടാണ് ഞാൻ ഇനി കടന്നു വരുന്നത്.
ഈ കുടവയർ മാത്രം എങ്ങനെ കുറയ്ക്കും? കാരണം ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഉദാഹരണം എടുക്കുക, ഉം. കൈക്ക് ഒരു അത്യാവശ്യം വണ്ണമുണ്ട്, കാലിന് അത്യാവശ്യം വണ്ണമുണ്ട്, ശരി. വയറ് മാത്രം ഫ്രണ്ടിലോട്ട് നിൽക്കുക. ഈയിടയ്ക്ക് എൻ്റെ ഇന്റർവ്യൂ കാണുന്ന ഒരാൾ നേരിട്ട് കണ്ടോന്ന് പറയുക, ഉം. എന്നാ വയറാണോ നിനക്കെന്ന്. കാരണം അവർ പകുതിയല്ലേ കാണുന്നുള്ളൂ. ഈ വയറ് മാത്രം വയറ് മാത്രം കുറയ്ക്കാൻ എന്തെങ്കിലും കാര്യം? വയറ് മാത്രമായിട്ട് കുറയത്തില്ല. പണ്ടത്തെ ആൾക്കാർ പറയുന്ന പോലെ ഏറ്റവും ആദ്യം വരുന്നത് വയറും ഏറ്റവും അവസാനം വരുന്നത് കവിളും. ആ. പോകുമ്പോഴും അതുപോലെ തന്നെ ഏറ്റവും ആദ്യം കവിള് പോകും, ഏറ്റവും അവസാനം വയറ് പോകത്തുള്ളൂ. പിന്നെ എല്ലാം കൂടെ ഒരുമിച്ച് മേളിലോട്ട് അങ്ങ് പോകും. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാണ്. ഇപ്പൊ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 വയസ്സ് കഴിയുമ്പോഴാണ് ആൺകുട്ടികൾ വണ്ണം വെക്കാന്ന് പറയാം. ഒരു 28 വയസ്സ് കഴിയുമ്പോഴാണ് വണ്ണം വെക്കുക, അല്ലെ വയറ് വെക്കുക. അതുവരെ മെലിഞ്ഞായിരിക്കും ഇരിക്കുന്നത്. കാരണം ഇവരെപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. ഒന്നിലെ സൈക്കിൾ ചോട്ട്. പണ്ട് ഈ ബൈക്കും കാര്യങ്ങളൊന്നും ഇല്ല. സൈക്കിളിലാണ് മിക്കവാറും എല്ലാ ആൾക്കാരും, ഈവൻ ഫാമിലി വെഹിക്കിൾ വരെ ഇതായിരുന്നു, സൈക്കിളായിരുന്നു. വൈഫിനെ ഫ്രണ്ടിൽ വെച്ച് അല്ലെങ്കിൽ ബാക്കി ഇരുത്തി പിള്ളേരും ഒക്കെ ആയിട്ട് നാട്ടിൻപുറത്ത് ഇപ്പോഴും ഉണ്ട് കേട്ടോ. പിന്നെ അടുത്തുള്ള കടകളിൽ പോലും കാറിനല്ല പോകുന്നത്, അല്ല നടന്നു പോവും. ബസ് ആണെങ്കിലും വീടിന്റെ മുമ്പിൽ ബസ് വരുന്ന ബസ് സ്റ്റോപ്പ് അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ ബസ് സ്റ്റോപ്പിൽ പോവും അല്ലെ, അങ്ങനെയൊക്കെ ആണല്ലോ. കുട്ടികളാണെങ്കിലും വീട്ടിൽ കാറുണ്ടെങ്കിൽ കാറിന് ആക്സസ് ഒന്നും ഇല്ല. അന്ന് മുതിർന്നവർക്ക് മാത്രമേ കാറിന് ഇതുള്ളൂ. അപ്പോൾ സ്കൂളിൽ പോകാനായാലും ഒക്കെ. അപ്പൊ ആ ലൈഫ് സ്റ്റൈല് മൊത്തം മാറി. പിന്നെ നമ്മൾ ഇരിപ്പ് കൂടുതലാണ്. ഇപ്പൊ ഇരിപ്പ് കൂടുമ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അപ്പർ ആപ്സ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. ഈ മുകൾ വയറിലെ ഫാറ്റ് ഡെപ്പോസിഷൻ കൂടുന്നുണ്ട്. നമ്മൾ ഈ ഫോണിൽ തന്നെ ഇരിക്കാൻ തുടങ്ങിയ, പണ്ടൊക്കെ ആണെങ്കിൽ ഒരു സ്ഥലത്ത് ചെന്ന ബോറടിക്കും. 5 മിനിറ്റ് കഴിയുമ്പോൾ ഡോക്ടറെ കാണാൻ ചെന്നു, ഈ ഡോക്ടർ ഇത് എവിടെ പോയി കിടക്കുന്നു, എത്ര നേരമായി ഇതിനകത്താണ്. ഇതിപ്പോ നമ്മളൊരു വീഡിയോ കണ്ട് തീരുമ്പോ തന്നെ ഏകദേശം ഒരു 20 മിനിറ്റ് കഴിയും എന്തായാലും. അങ്ങനെ ഇരിക്കും. അപ്പൊ പിന്നെ തീർന്നില്ല, ഇനി അടുത്ത വീഡിയോ അല്ലെങ്കിൽ അടുത്ത സിനിമ എന്ന് പറഞ്ഞ ഒരു രീതി. കാരണം ഈ സമയം പോകുന്ന അറിയുന്നില്ല, നമുക്ക് മൂവ്മെന്റ് കുറഞ്ഞു, അതൊരു കാര്യം. പിന്നെ ലിഫ്റ്റ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ, സ്റ്റെപ്പുകൾ ഉപയോഗിക്കുന്നത് കുറഞ്ഞു. പിന്നെ ബൈക്ക്, ഇപ്പം യങ്സ്റ്റേഴ്സ് ആണെങ്കിലും ബൈക്ക് കൂടുതൽ, കാറ് കൂടുതൽ ഉപയോഗിച്ചു തുടങ്ങി. ഇതൊക്കെ ഒരു ഫാക്ടറാണ്. പിന്നെ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് എന്ന് വെച്ചാൽ രാത്രിയിൽ ആഹാരം വളരെ ലേറ്റ് ആയിട്ട് കഴിക്കുകയും കഴിച്ചുടനെ പോയി കിടക്കുകയും ചെയ്യും. ഇത് മാത്രം മതി വണ്ണം വയ്ക്കാൻ. വണ്ണമല്ല, വയറ് വയ്ക്കാൻ. കഴിക്കുന്ന ആഹാരത്തിന് ടൈം ഉണ്ടോ? പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കിടക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിച്ച് നിർത്തണം എന്നാണ്. വൈകുന്നേരം 7 മണിക്ക് മുമ്പ് ഭക്ഷണം കഴിച്ച് നിർത്തണം എന്നാ പറയുന്നത്. പണ്ടുള്ള ആൾക്കാർ, നമ്മുടെ തലമുറയുടെ മുമ്പത്തെ അല്ല, അതിന്റെയും മുമ്പത്തെ തലമുറയിലുള്ളവർ പറയും സന്ധ്യക്ക് വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് ആഹാരം കഴിച്ചിരുന്നു. അങ്ങനെയായിരുന്നു. അപ്പൊ നമ്മളന്ന് പറയാൻ, അന്ന് ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലല്ലോ, ഇതിനകത്തൊക്കെ പക്കിയ പുഴുവെല്ലാം വീണ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ അങ്ങനെ സയൻസുമായിട്ട് അതിനെ കണക്ട് ചെയ്യാൻ നോക്കിയത്. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് മനസ്സിലായത് അതിന്റെ ഡൈജഷൻ പ്രോസസ് കറക്റ്റ് ആവാനും മെറ്റബോളിസം കറക്റ്റ് ആവാനും ഒക്കെ നമ്മൾ ഈ ലേറ്റ് നൈറ്റ് എന്ന് പറയുന്ന ഫുഡ്. അതുമല്ല ഇപ്പൊ എന്തു കഴിക്കുന്നത്, ഷവായി, അൽഫാം, പിന്നെ മയണൈസ്, കുഴിമന്തി അങ്ങനത്തെ സാധനമൊക്കെയാ. ഇതിലൊക്കെ എങ്ങനെ വന്നാലും കുറെ പ്രിസർവേറ്റീവ്സും കുറെ എണ്ണയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ അവിയലും സാമ്പാറും തോരനും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ കപ്പയും ചേമ്പും ഒക്കെ കാപ്പില് ഇപ്പൊ നമ്മൾ കഴിച്ചു കഴിഞ്ഞാല് നല്ലോണം വണ്ണം വെക്കും. കാരണം നമുക്ക് എക്സസൈസ് ഇല്ല. പണ്ടൊക്കെ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് വേണ്ടിയിട്ടായിരുന്നു ആ ഫുഡ്. അത് പണ്ടുള്ളവരുടെ ആരോഗ്യം എന്ന് പറയുന്നത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലേ? അതെ, അത് അവരുടെ ഫുഡിന്റെ ആണ്. പിന്നെ അവർ ചെയ്തുകൊണ്ടിരുന്ന ജോലി എല്ലാം അരകല്ല്, ആട്ടുകല്ല്, അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറിയ അടുക്കള, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ തട്ടൊക്കെ ആയിട്ടായിരുന്നു പണ്ട്. ഒരുപാട് യൂട്യൂബ് ചാനൽസിലെ ചില ആളുകളൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വീഡിയോ ഇടുന്നുണ്ട്. ഒരു ദിവസം കൊണ്ട് വയറ് കുറയും, ഒരു ദിവസം കൊണ്ട് വണ്ണം കുറയും, വണ്ണം കൂടും. ഇതൊക്കെ ഉള്ളതാണോ? ഒരു ദിവസം കൊണ്ടൊന്നും കൂടത്തില്ല, ഒരു ദിവസം കൊണ്ട് കുറയത്തുമില്ല, ഒരു ദിവസം കൊണ്ട് മുടിയും വളരത്തില്ല. ഇതാണ് അതിനകത്തെ സത്യം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ടാണ് ഓരോരുത്തരും ചെയ്യുന്നത്. ഓരോരുത്തരും കഷ്ടപ്പെട്ടാൽ മാത്രമേ പറ്റുള്ളൂ. കുറുക്ക് വഴി ചിലതൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയ ചെറിയ എന്താ പറയാ, ഒരു നുറുങ്ങ് പോലെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നല്ല, അത് കംപ്ലീറ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല. ഒരു ദിവസം കൊണ്ടൊന്നും പറ്റില്ല. നിങ്ങളിത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ മാറ്റം വരും. ഓഫ് കോഴ്സ് മാറ്റം ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ അതുപോലെ ചെയ്യണം, എന്നാലേ പറ്റുള്ളൂ. ഈ നാരങ്ങ നീര് കുടിച്ച വയറ് കുറയുമെന്ന് പറയുന്ന കാര്യമുണ്ടോ? നാരങ്ങ നീര് കുടിച്ച വയറ് കുറയുന്ന പറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, നാരങ്ങ നീര് മാത്രം കുടിച്ച വയറൊന്നും കുറയത്തില്ല കേട്ടോ. അത് അസിഡിറ്റി വന്ന് പണ്ടാരടങ്ങേ ഉള്ളൂ. അതൊന്നും നാരങ്ങ നീരും നമ്മൾ വെള്ളം ധാരാളം എടുത്തിട്ട് ചിയാ സീഡോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ഉപയോഗിച്ച് ചെയ്യാൻ പറയാറുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മെറ്റബോളിക് റേറ്റ് കൂട്ടും. അതായത് ഇപ്പൊ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമെന്ന് വെച്ചോ, സാധാരണ ഉള്ളതിനെക്കാട്ടിലും കുറച്ചും കൂടെ നമ്മുടെ മെറ്റബോളിക് റേറ്റ് കൂടും. നമുക്ക് എന്താ പറയാ, വൈറ്റമിൻ സി ആകുമ്പോൾ കുറച്ചുകൂടി ഇമ്മ്യൂണിറ്റി, എനർജി, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ഇത് ചെയ്യും. അതാണ് അതിന്റെ ബേസ്. അല്ലാതെ അത് മാത്രം കഴിച്ചുകൊണ്ട് വണ്ണമൊന്നും കുറയത്തില്ല. ഇപ്പൊ ഒരുപാട് ആളുകൾ ഡയറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്, രാവിലെ കഴിക്കത്തില്ല, ഉച്ചയ്ക്ക് കഴിക്കത്തില്ല, വൈകിട്ട് കഴിക്കും. അതിൽ കാര്യമുണ്ടോ? ഇതെല്ലാം അവരവരുടെ ശരീരം പോലെ ആയിരിക്കുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ തലവേദന വരുന്നവരുണ്ട്, നമുക്ക് വോമിറ്റിംഗ് പോലുള്ള കാര്യങ്ങൾ, ഇങ്ങനെ ഓക്കാനം നമ്മൾ പറയുമല്ലോ, നോസിയ, അത് വരുന്നവരുണ്ട്.
പിന്നെ മൈഗ്രെയിൻ്റെ പ്രശ്നം വരുന്നവരുണ്ട്, ഈ ആസിഡിറ്റി നെഞ്ചരിച്ചിൽ വരുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ രാവിലെ ഉച്ചയ്ക്കും ഭക്ഷണം കഴിക്കാതിരുന്ന ആസിഡിന്റെ ഫോർമേഷൻ കൂടുന്നേ ഉള്ളൂ. ചിലർക്ക് ഇതൊന്നും പ്രശ്നമല്ല, രാത്രി മാത്രം ഭക്ഷണം കഴിച്ചാൽ മതി. അതൊക്കെ അവരവരുടെ ബോഡി പോലെയാണ് ഇരിക്കുന്നത്. ഇതിപ്പോ എനിക്ക് അതിനകത്ത് 3 നേരം ഭക്ഷണം കഴിക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. പക്ഷെ അത് മിതമായിരിക്കണം എന്നേ ഉള്ളൂ. ഈ 2 നേരം കഴിക്കാതെ രാത്രി മാത്രം നല്ലോണം കഴിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം. ഡോക്ടർ ഇപ്പം ഇതെന്ന് പറയുന്നത് രാവിലെ ഒരു ചപ്പാത്തി, ഉച്ചയ്ക്ക് ഒരു ചപ്പാത്തി, രാത്രി 10 ചപ്പാത്തി. അങ്ങനല്ല, രാത്രിത്തെ ഫുഡ് നല്ലോണം കുറയ്ക്കണം. രാത്രിത്തെ ഫുഡ് ശരിക്കും പറഞ്ഞാൽ നല്ല ഇപ്പം നല്ലോണം സിമ്പിൾ. ഇപ്പൊ എഗ് വൈറ്റ് എടുത്ത് നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുമെന്ന് വെച്ചോ, നമുക്കറിയാം നോൺ വെജ് ഒക്കെ ആൾക്കാർക്ക് ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഒരു ഫിഷ് 2 വലിയ പീസ് ഫിഷ് മാത്രം, മീൻ മാത്രം കഴിക്കുക. മീൻ കറി അമ്മ വെച്ചിരിക്കുന്നിരിക്കട്ടെ, തേങ്ങ അരച്ച്, തേങ്ങ കറിയും എല്ലാം കൂടെ എടുക്കരുത്. തേങ്ങയിലും അത്യാവശ്യം കാലറി ഉണ്ട്. അതിനകത്ത് കുറച്ച് മീൻ പറക്കി എടുക്കുക, എന്നിട്ട് ആ മീൻ മാത്രം കഴിക്കുക. രാത്രിയില് ചീരയുണ്ട്, ചീരത്തോരനുണ്ട്, ചീരത്തോരൻ എടുക്കുക, ഈ മീൻ ഫ്രൈയും കൂടെ കഴിക്കുക. എന്താ കുഴപ്പം? 2 കൂടെ കഴിച്ചാൽ മതി. ശരി, അങ്ങനെയും വേണ്ട. ചിക്കൻ ഉണ്ട്, ചിക്കൻ കഴിക്കാം, അതിന്റെ കൂടെ കുറെ വെജിറ്റബിൾ ഇട്ട് അതും കൂടെ കഴിക്കാം. അല്ല, ഞാൻ പറയാറുണ്ട്, മുട്ടയില്ലേ നമ്മുടെ മുട്ട, എഗ് വൈറ്റ് എടുക്കുക. എഗ് മഞ്ഞ നല്ലതാണ്, പക്ഷെ കുരു ഉള്ളവർക്ക് ചിലപ്പോൾ മഞ്ഞ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരാറുണ്ട്, എല്ലാവർക്കും ഇല്ല. അത് 2 എടുക്കുക, കുറച്ച് ഉള്ളി, കുറച്ച് തക്കാളി, കുറച്ച് ക്യാരറ്റ് എല്ലാം കൂടെ ഒന്ന് സോട്ട് ചെയ്യും, മുട്ട പൊട്ടിച്ചിടുക, കുറച്ചൊരു മണത്തിലൊരു ഗരം മസാല ഉപ്പും കൂടെ ഒക്കെ ഇട്ട് അത് കഴിക്കുക. അതൊരു വലിയ പോർഷൻ കിട്ടും. വേണമെങ്കിൽ ഒരു ചപ്പാത്തി കഴിച്ചോ. അപ്പൊ എന്തായാലും നമുക്ക് ടേസ്റ്റ് കിട്ടിയാൽ പോരെ, മതി. ഇത് ഈ മെയിൻ കോഴ്സ് തന്നെ കഴിക്കണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കുന്ന എന്തിനാ? നമുക്ക് ഇഷ്ടമുള്ള സാധനമല്ല. ഞാൻ ഒരിക്കലും ആപ്പിളും ഓറഞ്ചും മുന്തിരിയും കഴിച്ച് വെയിറ്റ് കുറയ്ക്കാനൊന്നും പറയില്ല. കാരണം നമ്മൾ മനുഷ്യരാണ്. നമുക്ക് ചോറും ചമ്മന്തിയും മീൻകറിയും മീൻ വറുത്തതും ഒക്കെ കാണുമ്പോൾ കഴിക്കണമെന്ന് തോന്നും. കഴിച്ചോ, ഇച്ചിരി വെച്ചാൽ കഴിച്ചു, കൊതി വരുമ്പോ കഴിച്ചോ, എപ്പോഴും കഴിക്കരുത്. ഈ ജിമ്മിൽ പോകുന്നത് കാര്യമുണ്ടോ? ജിമ്മിൽ പോകുന്നതിൽ കാര്യമുണ്ട്. പിന്നെ ജിമ്മ് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും ലൈഫ് സ്റ്റൈലിനനുസരിച്ചാണ്. ഇപ്പം ഒട്ടും എന്താ പറയാ, ഒരു സാഹചര്യം ഇല്ലാത്ത ആൾക്കാരുണ്ട്. ഇപ്പൊ വീട്ടിൽ ചെയ്യാൻ പറ്റില്ല, അവർക്കൊരു മെന്റൽ പീസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരാൾ ചെയ്യിപ്പിച്ചാലേ പറ്റും. ജിമ്മിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. നമ്മൾ 10 പ്രാവശ്യം സിറ്റപ്പോ ലഞ്ചസോ ഒക്കെ ചെയ്യുമെങ്കിൽ അവരൊരു 25 പ്രാവശ്യം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അങ്ങനെ ഒരു സാധനമുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ഏതൊക്കെ നല്ല ട്രെയിനർ ആയിരിക്കണം, നല്ല ജിമ്മായിരിക്കണം, ഈ പറഞ്ഞ അങ്ങനത്തെ കുറെ ക്രൈറ്റീരിയ ഉണ്ട്. അല്ലാതെ വെറുതെ പോയിട്ട് അതും ഇതും എല്ലാം ചെയ്യുകയല്ല ചെയ്യേണ്ടത്. കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ ഓവറായിട്ട് ചെയ്യുന്ന ഒരു പ്രവണത ഇപ്പൊ ഉണ്ട്. പെട്ടെന്ന് മസിൽ വരണം, പെട്ടെന്ന് മസിലൊന്നും വരത്തില്ല, അതറിയാലോ. ജിമ്മിൽ മസിലൊന്നും വരത്തില്ല പെട്ടെന്ന്. അത് അത്ര കഷ്ടപ്പെട്ടാലേ വരുള്ളൂ, മസിൽ ഡെവലപ്പ് ചെയ്യുള്ളൂ. അപ്പോ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1 മാസം കൊണ്ട് 10 കിലോ കുറയ്ക്കാം എന്നൊക്കെ പറയും. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഹെവി വർക്ക്ഔട്ട്, ഹെവി ഡയറ്റ്, ഫലം മുടി അങ്ങ് പൊഴിഞ്ഞു പോകും, വീക്കാവും. മെലിഞ്ഞ് സുന്ദരിയായല്ലോ എന്ന് ആരും പറയത്തില്ല. കണ്ട എന്തോ അസുഖം വന്നു, ഡയബറ്റിക് ആണോ തൈറോയിഡ് ഉണ്ടോ എന്നൊന്ന് നോക്കിക്കോ, ഇങ്ങനെ പറയൂ. മുടി കൊഴിയും, നന്നായിട്ട് പൊഴിയും, മുടി പൊഴിയും. വെയിറ്റ് കുറയുമ്പോ കൂടെ മുടിയും പൊഴിയും. കാരണം അത് ബോഡി പെട്ടെന്ന് ബാലൻസ് ചെയ്യില്ല, പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യില്ല അതുമായിട്ട്. അപ്പൊ നമ്മുടെ ക്യാമറമാൻ ജിമ്മിൽ ഒന്നും പോവാതെ ഈ മുടി കൊഴിയുന്നതിന് കാരണം അത് ഭക്ഷണം കഴിക്കുന്നതിന്റെ വൈറ്റമിൻ ഡിയുടെ അങ്ങനെ വല്ലായിരിക്കും നമ്മൾ കഴിക്കുന്നെങ്കിലും നമ്മുടെ ശരീരത്തിന് ക്യാമറമാൻ അപ്പോൾ ഇട്ടൊരു കുത്തല്ലേ, പാവം മനുഷ്യന് അവിടെ ഇരുന്നിട്ട്. അപ്പൊ എന്നുവെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനകത്ത് ഇപ്പൊ പ്രോട്ടീന്റെ അളവ് ചിലപ്പോൾ കുറവായിരിക്കും. എല്ലാരും പറയും ഞാൻ കറി കഴിക്കും, എത്ര കഴിക്കും, അത് ഇച്ചിരി. അപ്പൊ നമ്മളിങ്ങനെ ഒരു ഇത് വെച്ചിട്ടുണ്ട്, ഇത്ര കഴിക്കോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവരെന്താ ചെയ്തെച്ചാ ചോറ് കഴിക്കും, മീൻകറി കഴിക്കും, അല്ലെങ്കിൽ പുളിശ്ശേരി കഴിക്കും, അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ കഴിക്കും, മീൻ ഫ്രൈ കഴിക്കും. ഇതിനകത്ത് വെജിറ്റബിൾ എത്ര കഴിക്കുന്ന വെച്ചാൽ 1 സ്പൂൺ ആയിരിക്കും കഴിക്കുന്നത്. ഈ 1 സ്പൂണിൽ എന്തോ കിട്ടാനാ? നമ്മൾ പറയുന്ന ക്വാണ്ടിറ്റി ഒരു 1/2 കപ്പെങ്കിലും കഴിക്കണമെന്നാണ് പറയുന്നത് ഒരു കറി. അതായത് ഒരു അത്യാവശ്യം നല്ലൊരു പോർഷൻ ചോറ്, കുറച്ചും കറികൾ ചോറ് പോലെ കഴിക്കണം എന്നാണ് പറയുന്നത്. അപ്പം പ്രായമാകുമ്പോൾ നമുക്ക് മസിൽ മാസ് കുറയും. അതായത് നമുക്കൊരു 30-35 വയസ്സൊക്കെ കഴിയുമ്പോൾ തൊട്ട് നമുക്ക് പ്രോട്ടീൻ കൂടുതൽ എടുത്താൽ മാത്രമേ മസിൽ അവിടെ തന്നെ ചെയ്യൂ. അത് മസിലിന്ന് ബോൺ ഡെൻസിറ്റി കുറയും, മസിലിന്റെ മാസ് കുറഞ്ഞു വരും. അപ്പോൾ കൊടുക്കുന്ന ഫുഡിൽ നിന്നുള്ള പ്രോട്ടീൻ ബോഡി യൂട്ടിലൈസ് ചെയ്യും, അതിന്റെ ബാക്കി മുടിക്ക് കൊടുക്കുകയുള്ളൂ. കാരണം ബോഡിയെ സംബന്ധിച്ച് മുടി എന്ന് പറയുന്നത് നമുക്ക് പ്രയോറിറ്റി ഉണ്ടെങ്കിലും ബോഡിക്ക് ലീസ്റ്റ് പ്രയോറിറ്റിയാണ്. മുടിയില്ലെങ്കിലും ശരീരത്തിന് പ്രശ്നമൊന്നുമില്ല, നമുക്കുള്ളൂ പ്രശ്നം. പക്ഷെ മസിലില്ലേ ബോഡിക്ക് പ്രശ്നമുണ്ട്. അത് ഇന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരുപാട് കാറ്റഗറി ആളുകൾക്ക് മുടി കൊഴിയുന്നുണ്ട്. കൊച്ചു പിള്ളേർക്കാട്ടെ, പ്രായമുള്ളവർക്കാട്ടെ, ഒരു ഏജ് ആയിട്ടുള്ളവർക്കാട്ടെ. ഇതിന്റെ കാരണം എന്തോ? ആഹാരം തന്നെയാണ്, ആഹാര രീതിയാണ്. ആഹാരമുണ്ട്, സ്ട്രെസ്. ഒരു 8 വയസ്സുള്ള ഒരു കുഞ്ഞു വന്നിട്ട് പറയായിരുന്നു, ഭയങ്കര ടെൻഷനാണ്. അതിന്റെ അച്ഛനും അമ്മയും കൂടെ പറഞ്ഞു, 8 വയസ്സുള്ള കുഞ്ഞിന്. അപ്പൊ ഞാൻ ചോദിച്ചു, മക്കളെ എന്തോ ടെൻഷൻ ഇത്രയ്ക്കെന്ന് ചോദിച്ചു. കാരണം നമ്മൾ ചോദിച്ചു പോകത്തില്ലേ, ഈ 8 വയസ്സുള്ള കൊച്ചിനൊക്കെ എന്തോ ടെൻഷൻ വരാൻ.
അപ്പൊ പഠിക്കുന്ന കാര്യത്തെ പറ്റി പുള്ളിക്കാരിക്ക് ഭയങ്കര എന്ന് വെച്ചാൽ ക്ലാസ്സിൽ ഏതോ ഒരു കുട്ടിക്ക് കുറച്ച് കൂടുതൽ മാർക്ക് കിട്ടി. അപ്പോൾ എങ്ങനെ അത് മാർക്ക് കിട്ടി, അല്ലെങ്കിൽ ഞാൻ പഠിക്കാഞ്ഞിട്ടാണോ, ഇനിയിപ്പോ ഇനി അടുത്ത പരീക്ഷയ്ക്കോ അങ്ങനെ ആയിപ്പോയി, ഇങ്ങനെയൊക്കെയുള്ള സ്ട്രെസ്. അപ്പൊ ഞാൻ അവരുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ചോദിച്ചു, നിങ്ങളിങ്ങനെ കുഞ്ഞിന് ഇത്രയും ടെൻഷൻ? ഞങ്ങളൊന്നും പറയാറില്ല, ഞങ്ങൾ പറയുന്നത് നീ തോറ്റുപോയാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പോലും അതിന് മനസ്സിലാവുന്നില്ല. അതെന്നൊക്കെ പറഞ്ഞാൽ അൺവാണ്ടഡ് സ്ട്രെസ്സാ. ആ സ്ട്രെസ് മാറിയപ്പോഴത്തേക്ക് അതിന് അത്യാവശ്യം മുടി തിരിച്ചു വരാൻ തുടങ്ങി. കാരണം ഓവർ തിങ്കിങ് ആണോ? അത് അതിന്റെ നേച്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ ഒരു വാശിയായിരിക്കാം. അങ്ങനെ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നോണ്ടായിരിക്കും അങ്ങനെ വരുന്നത്. പിന്നെ അത് കുറച്ച് പറഞ്ഞ് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് തിരിച്ച് മെഡിക്കേഷനും കാര്യങ്ങളൊക്കെ വേണ്ടി വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് തിരിച്ചത് ഓക്കെ ആയി. ഇനിയിപ്പം മുടി കൊഴിഞ്ഞവരെ പറ്റി നമുക്ക് പറഞ്ഞിട്ട് കഥയില്ലല്ലോ. ഇനിയിപ്പം പതിയെ കുറയുന്നവരോട് എന്തോ ഡോക്ടറിന് പറയുള്ളൂ, അതെങ്ങനെ റിക്കവർ ചെയ്യാൻ പറ്റും? ഫുഡ് ആദ്യം ശ്രദ്ധിക്കുക. പിന്നെ എനിക്ക് ഉറക്കം. ഇപ്പൊ ഒരു റീസെന്റ് സ്റ്റഡി വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കമില്ല, രാത്രിയിലത്തെ ഉറക്കം. എല്ലാവരും ഇപ്പൊ ചെയ്യുന്ന പറയാം രാത്രി 2 മണി 3 മണി വരെ ഇരിക്കും, എന്നിട്ട് 8 മണി 10 മണി വരെ ഉറങ്ങി അങ്ങ് കോമ്പൻസേറ്റ് ചെയ്യും രാവിലെ. ഞാൻ എന്തായാലും ഇതിൽ നിന്ന് 8 മണിക്കൂർ പറഞ്ഞിട്ടുള്ളൂ. 8 വരെ ഞാൻ 10 മണിക്കൂർ ഉറങ്ങാം, പകലുറക്കം എന്നുള്ള രീതിയിൽ പോകും. അതല്ല ശരിക്കും വേണ്ടത്. ഇപ്പൊ നമുക്ക് രാത്രിയിൽ കൃത്യമായ ഒരു 11 മണിക്ക് മുമ്പ് ഉറങ്ങാനാ പറയുന്നത്. ഒന്ന് കിടക്കെങ്കിലും വേണം. ഫോൺ അതിന് 1/2 മണിക്കൂർ 1 മണിക്കൂർ മുന്നേ മാറ്റി വെക്കാൻ പറയും. ഈ കൃത്യമായ ഉറക്കമില്ലാത്തവർക്ക് നന്നായി മുടി പൊഴിയുന്നു. ടെൻഷൻ മറ്റൊരു ഫാക്ടറാണ്, ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി വേറൊരു ഫാക്ടറാണ്, വെള്ളം കുടിക്കാത്ത വേറൊരു ഫാക്ടർ. പിന്നെ നല്ല വെള്ളം തലയിൽ ഒഴിക്കാൻ നമുക്കിപ്പോൾ പറ്റുന്നില്ല, ഹാർഡ് വാട്ടറും ക്ലോറിനേറ്റഡും ഒക്കെ. അങ്ങനെ വരുമ്പോഴും കുറെ പേർക്ക് മുടി പൊഴിയുന്നുണ്ട്. സ്ട്രെസ് ഒരു വലിയ ഫാക്ടറായി. ഇപ്പം ഇത്രയാണ് സാധാരണ കാണുന്നത്. അപ്പൊ ഇതിനെയൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് കൊഴിച്ചിൽ ഇനി ഉള്ളതിനെ കുറയ്ക്കാനും കൊഴിയാതിരിക്കാനും, അതല്ലാന്നുണ്ടെങ്കിൽ പുതിയത് വരുത്താനും ഒക്കെ പറ്റും. അതിനൊക്കെ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ക്ലിനിക്കൽ പ്രൊസീജിയർ ആണ്. അങ്ങനത്തെ ട്രീറ്റ്മെന്റ്സ് ചെയ്താൽ ഉറപ്പായിട്ടും തിരിച്ചു. ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതോടെല്ലാം സക്സസ് ആവണമെന്നുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യം എല്ലാം ശരിയാവണം. ചിലർക്ക് ഹോർമോൺ ഇംബാലൻസ്, ഇപ്പം തൈറോയിഡ്, PCOD, അങ്ങനത്തെ ടെസ്റ്റോസ്റ്ററോണിന്റെ ഇതൊക്കെ വരും, വേരിയേഷൻ ഒക്കെ വരും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പം അതിനെ നമ്മൾ എല്ലാം അതാണ് ചോദിക്കുന്നത്. മുടിയിൽ കറ്റാർവാഴ തേച്ചാൽ മുടി വളരുമെന്ന് എല്ലാവരും ചോദിക്കും. ഇത് തേച്ച് കഴിഞ്ഞാൽ ഇന്ന എണ്ണ തേച്ചാൽ മുടി, എല്ലാവർക്കും വരില്ല മുടി. അതൊരു സത്യമാണ്, എല്ലാവർക്കും അങ്ങനെ വരത്തില്ല മുടി. അത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ കാരണം അതിനനുസരിച്ച് ചെയ്താലല്ലേ മുടി വരുള്ളൂ. അപ്പോൾ ട്രീറ്റ്മെന്റ് സക്സസ്ഫുൾ ആണോ തിരിച്ചു വരുമോ എന്ന് ചോദിച്ചാൽ, നമ്മൾ ട്രീറ്റ് ചെയ്ത് വിടുമ്പോൾ തന്നെ നമ്മൾ പറയാറുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്, ഇത് ചെയ്താലേ മുടി നിൽക്കുകയുള്ളൂ. അത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും. ഉറപ്പല്ലേ? പറഞ്ഞു കൊടുത്തില്ലേ പിന്നെ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. ഈ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം നമുക്കറിയാം. എന്നാലും ഞാൻ ഓപ്പൺ ആയിട്ട് അങ്ങ് പറയാം, അടിക്കാത്ത മനുഷ്യർ കുറവാണല്ലേ? ആണ് അല്ല, അടിക്കുന്നവരാണ് കൂടുതലുള്ളത്. അപ്പൊ ഈ മദ്യപാനം ശരിക്കും അടിക്കുന്നതുകൊണ്ട് തെറ്റുണ്ടോ, അത് അടിക്കുന്നതിൽ കുഴപ്പമുണ്ടോ? അയ്യോ, അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതൊന്നും ഒരിക്കലും നമ്മുടെ ഒരു ബേസിക് നീഡ് അല്ല. എന്ന് വെച്ചാൽ ഇപ്പൊ മദ്യപിച്ചില്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല എന്നൊരവസ്ഥ നമുക്കില്ലല്ലോ. ഇല്ല, അതെ, അതൊക്കെ ആപേക്ഷികമാണ്. ഒരാൾക്ക് മദ്യപിക്കണമെങ്കിൽ അയാൾ മദ്യപിക്കാം. അതിന്റെ ലിമിറ്റ് അയാൾ നിശ്ചയിച്ചില്ലെങ്കിൽ അതിന്റെ അനുഭവം അയാൾക്ക് തന്നെയാണ്. ഇപ്പൊ ഞാൻ എന്റെ മക്കളോടോ അല്ലെങ്കിൽ ആരോടത്തായാലും പറയുന്നത് പറഞ്ഞാൽ, പഠിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നില്ല, പണ്ടൊക്കെയാണ് നീ അങ്ങനെ ചെയ്യണം, ഞാൻ പറയുന്ന പറഞ്ഞാൽ പഠിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? ആ ക്ലാസ്സിൽ ഒന്നുകൂടി ഇരിക്കേണ്ടി വരും. അതിന്റെ അനുഭവം ഭവിഷ്യത്ത് നിനക്ക് തന്നെ വരും. അത് അനുഭവിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതുപോലെ തന്നെയാണ്. എന്നുവെച്ചാൽ മിതമായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ രീതിയിൽ ചെയ്യണം എന്ന് ഞാൻ പറയില്ല. അതൊക്കെ അവരവരുടെ ഇതാണ്, അതൊരു ശീലമാണ്. അങ്ങനത്തെ ഉള്ള ശീലങ്ങളോ ദുശീലങ്ങളൊന്നും ഇല്ലാത്തതാണ് എപ്പോഴും നല്ലത്. എല്ലാം തുറന്ന് പറയുന്നുണ്ട്, അതിനൊരു കൈയടിക്കണം. ഞാൻ കൈയടിക്കാം. അല്ല, ശരിക്കും കേട്ടോ, കാരണം നമുക്ക് കേട്ടിരിക്കാനും ഇതാണ് സുഖം. അതാണ് 1 മില്യത്തിലോട്ട് ആൾക്കാർ എത്താനുള്ള കാരണം അത് തന്നെ. ഇനി എൻ്റെ പേഴ്സണൽ ഒരു ചോദ്യമാണ്, കണ്ണിന്റെ അടിയിലത്തെ കറുപ്പ് എങ്ങനെ മാറും, അല്ലെ കറുപ്പ് വരാനുള്ള കാരണം എന്താണ്? ഉറക്കം ഒരു പ്രശ്നമാണ്. പിന്നെ നമ്മൾ ഫോൺ നോക്കിയിരിക്കുന്നത്, ഫോണിന് തന്നെ പൊസിഷൻ ഒരു പ്രശ്നമാണ്. കുറേ നേരം നമ്മളിപ്പം ഇങ്ങനെ നോക്കിയിരിക്കുന്നത് കണ്ണിന് സ്ട്രെയിൻ ആണ് ശരിക്കും. പിന്നെ ബ്ലൂ ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഏറ്റവും പുതിയൊരു സംഭവം. പണ്ടൊക്കെ സൺസ്ക്രീനകത്ത് UVA UVB, ഇപ്പൊ ബ്ലൂ ലൈറ്റ് ബ്രോഡ് സ്പെക്ട്രം ആണ് നമ്മുടേത്. എന്ന് വെച്ചാൽ സിസ്റ്റം യൂസ് ചെയ്യുന്നവരാണ് കൂടുതൽ ആൾക്കാർ. പ്ലസ് സ്ക്രീൻ ടൈം ഒരുപാടുണ്ട്. അപ്പൊ ഇതിൽ നിന്നും നമുക്ക് ലൈറ്റ് ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. അപ്പൊ അത് ശരിക്കും നമ്മുടെ കണ്ണിന് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശീലങ്ങൾ, പല ദുശീലങ്ങളുള്ള ആൾക്കാരുണ്ട്. പിന്നെ പാരമ്പര്യം ഒരു വലിയ ഘടകമാണ്. ദുശീലം എന്ന് പറഞ്ഞത് വ്യക്തമായില്ല. മദ്യപാനം,
കണ്ണിനടി കറുപ്പ് വരും. പിന്നെ നമുക്ക് അറിയാൻ പറ്റും. ചോദ്യം മാത്രമേ ഉള്ളൂ കേട്ടോ എന്റെ, അല്ല അതുകൂടെ ഒന്ന് വ്യക്തമാക്കണമല്ലോ. ഞാൻ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞിട്ട് എന്റെ അതാ ഞാൻ ചോദിച്ചത് മൊത്തത്തിൽ ഇപ്പൊ വെട്ടിലായി. അപ്പൊ അങ്ങനെ എല്ലാവർക്കും കൂടെ അറിയാൻ വേണ്ടിയാണോ? അപ്പൊ അത് ഇങ്ങനത്തെ ശീലങ്ങൾ വരുമ്പോ അത് പുകവലിയിൽ വരാം, മദ്യപാനത്തിലല്ല. പുകവലിയിലൊക്കെ വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പുക വലിക്കും തോറും ഇതിന്റെ അകത്തേക്ക് ബ്ലഡ് ക്ലോട്ട്സ് വരാനുള്ള സാധ്യതയുണ്ട്. അതറിയാമല്ലോ. ഹൃദ്രോഗം വരും എന്ന് പറഞ്ഞിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടല്ലോ. പുക വലിക്കും തോറും കേട്ടിട്ടില്ല. അന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതെങ്ങനെയാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുക പോയി ഹൃദയത്തിൽ പോകും അങ്ങനെയൊന്നും അല്ല. ശരിക്കും നമ്മുടെ ബ്ലഡ് സർക്കുലേഷനിൽ ചെറിയ പ്ലാക്സ് ഉണ്ടാവും. എന്ന് വെച്ചാൽ പ്ലാക്ക് എന്ന് പറയുമ്പോൾ ഈ കട്ടി പോലത്തുള്ള സാധനം എന്ന് പറയും. ഇത് പ്ലേറ്റ്ലെറ്റിനെ ഇത് ചെയ്തിട്ട് അവിടെ ഒരു ലംബ് പോലെ ഫോം ചെയ്യും. എന്ന് വെച്ചാൽ രക്തക്കുഴലുകളിൽ അടവ് വരാൻ സാധ്യത വരും ഇങ്ങനെ വരുമ്പോൾ. അത് തന്നെയാണ് ഇങ്ങോട്ടുള്ള സർക്കുലേഷൻ ഒക്കെ കുറച്ച് കുറയും. അപ്പൊ ഈ ബ്ലഡ് സർക്കുലേഷൻ ഒബ്വിയസ്ലി കുറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കറുപ്പായിട്ടും ക്ഷീണിതനായിട്ടും അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് വരാം. അത് എല്ലാത്തിനെയും അഫക്റ്റ് ചെയ്യാം. പിന്നെ എന്തുകൊണ്ട് വിശേഷമൊക്കെ അപ്പം കുറെ ഉണ്ടല്ലേ പറയാനും. പോയ ഒരു സിനിമയ്ക്കുള്ള കഥകളുണ്ട്, ഇഷ്ടം പോലെ പറയാം. ഈ എൻ്റെ കൂട്ടുകാരാണെങ്കിൽ പോലുമേ സിഗരറ്റ് വലിക്കാത്തവരുണ്ട്. ഞാനും ഇതൊന്നും ഉപയോഗിക്കത്തില്ല. ഇപ്പൊ ഈ സിഗരറ്റ് നമുക്കൊരു പഴമച്ചൊല്ലുണ്ട്, വലിക്കുന്നവർ ചുണ്ട് കറക്കും, പക്ഷെ വലിക്കാത്തവരെ കറക്കുന്നവരുണ്ട് ചുണ്ട്. അതിന്റെ കാരണം എന്തുവാ? ഇപ്പൊ പാരമ്പര്യമായിട്ട് പണ്ട് തൊട്ടേ ചെറിയ പ്രായത്തിലെ വലിച്ചില്ലേലും കറക്കുന്ന ആൾക്കാരുണ്ട്. അത് നമുക്കിപ്പം വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഹെറിഡിറ്ററി ഫാക്ടറാണ്. സിഗരറ്റ് വലിക്കുന്നവരുടെ ഓഫ് കോഴ്സ്. പിന്നെ ചൂടുള്ള സാധനങ്ങൾ, തണുപ്പുള്ള സാധനങ്ങൾ ഒരുപാട് കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ചായയൊക്കെ ഭയങ്കര ചൂടായിട്ട് കഴിക്കുന്നവരുണ്ട്. ചായയോ കാപ്പിയോ ഒക്കെ ചൂടുവെള്ളം കുടിക്കുന്നവരുണ്ട്. ഇത് ചുണ്ടിന് ഡാമേജ് ആക്കാം. ചിലർക്ക് ഈ അലർജി പോലെ വന്നിട്ട് ചോക്ലേറ്റ് പോലുള്ള കാര്യങ്ങൾ, കോഫിയൊക്കെ കുടിക്കുമ്പോൾ ചുണ്ട് അത് രണ്ടെണ്ണോ അല്ല, എല്ലാ ദിവസവും ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പം അങ്ങനെ വരും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശമാണ്. ഇപ്പം നമ്മുടെ മുഖത്ത് ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥലം ഏതാണെന്ന് വെച്ചാൽ കണ്ണിനടിയിലും ചുണ്ടുമാണ്. പക്ഷെ ചുണ്ടിന് ഒരിക്കലും നമ്മൾ SPF ഉള്ള ഒരു സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ ഉള്ള ഒരു ലിപ് ബാം ഒന്നും നമ്മൾ അധികം ഉപയോഗിക്കാറില്ല, അല്ലെങ്കിൽ ചുണ്ട് എപ്പോഴും മറയ്ക്കാറില്ല. അപ്പൊ വെയിൽ കൊണ്ട് ബാക്കി എല്ലാ ഭാഗവും ഓക്കെ ആയാലും ചുണ്ട് അപ്പോഴും ചുണ്ടിൽ ചെറിയ കുത്ത് വരാം, കറുപ്പ് വരാം. അത് വെയിൽ ഒരു വലിയ ഫാക്ടറാണ്. അപ്പൊ ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ചുണ്ടിന് കറുപ്പ് വരാറുള്ളത്. നമുക്ക് ട്രീറ്റ്മെന്റിന് വരുന്നത് ഈ പറഞ്ഞ പോലെ പുക വലിക്കാത്തവരും അങ്ങനെയൊക്കെയാ വരുന്നത്. അപ്പൊ അവര് പറയുന്ന പറഞ്ഞാൽ എന്റെ ചുണ്ട് കറുത്തിരിക്കുക. എല്ലാരും വിചാരിക്കും എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഒരു പാസ്റ്റർ വന്നിരുന്നു. പുള്ളി അദ്ദേഹം പറയുന്ന അദ്ദേഹം ഈ ആൾക്കാർക്ക് ഈ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ പുള്ളിയുടെ ചുണ്ട് തന്നെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ പുള്ളി പറയും ഞാനൊന്നും ചെയ്യാറില്ല ഡോക്ടർ, പക്ഷെ എനിക്കത് പറയുമ്പോ അവരെന്റെ ചുണ്ടിലേക്ക് നോക്കുമ്പോ എനിക്ക് തോന്നുന്നു അപ്പൊ നിങ്ങൾ എന്ത് ഇതുണ്ട് എന്നെ ഉപദേശിക്കാൻ എന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ട്രീറ്റ്മെന്റ് ചെയ്തത്. അപ്പൊ എന്ന് പറഞ്ഞാൽ അത് പുള്ളിയുടെ ആവശ്യമായിരുന്നു. അപ്പൊ അങ്ങനെയും വരാറുണ്ട്. അപ്പൊ അതിന് നമ്മൾ മൈക്രോ പിഗ്മെന്റേഷൻ പോലുള്ള ലിപ് ന്യൂട്രലൈസേഷൻ പോലുള്ള ടെക്നിക്സ് ഉണ്ട്. അതിപ്പോ അജിന്റെ ചുണ്ട് കറുപ്പാണെന്ന് അജിന് തോന്നുന്നെങ്കിൽ നമുക്ക് ആ ചുണ്ടിന്റെ കളർ തന്നെ മാറ്റി. അല്ലല്ല, എന്റെ ചുമന്നായിരിക്കുന്നത്. എന്റെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഒരുപാട് മിഷൻസ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്, കാലഘട്ടം മാറിയപ്പോൾ. ഹൈഡ്രാ ഫേഷ്യല് കുറെ വന്നിട്ടുണ്ട്. ശരിക്കും ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഫേസിനെ ഇല്ലാതാക്കുകയാണോ ചെയ്യുന്നത്? ഫേസിനെ ഇല്ലാതാക്കുവാണോ? അല്ല, നമ്മൾ അങ്ങനത്തെ ഉള്ള സംഭവങ്ങൾ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കാലാകാലങ്ങൾ നിലനിൽക്കണം എന്ന് പറഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതിനകത്ത് ഹാർഷായിട്ടുള്ള മെഷീൻസ് അല്ല പ്രശ്നം, ആ ഹാർഷായിട്ടുള്ള കെമിക്കൽസിന്റെ യൂസേജ് നമ്മൾ പറയും. അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ മാക്സിമം നമ്മൾ കുറച്ചേ ചെയ്യാവുള്ളൂ. സ്കിൻ ഡാമേജ് ഉണ്ടാക്കും. ഇപ്പൊ പഴയ കാലത്തൊക്കെ ചെയ്തിരുന്ന സ്കിൻ ബ്ലീച്ചിങ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് എപ്പോഴും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബ്ലീച്ച് ഇടും. സ്ത്രീകളുടെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ഈ മുഖത്തെ രോമൊക്കെ ഒന്ന് വെളുക്കുക മീൻസ് ഒരു ചെമ്പച്ച നിറവും. അപ്പൊ മുഖം കുറച്ചുകൂടെ ഒരു വെളുത്ത ഫീല് നമുക്ക് കിട്ടും. അപ്പൊ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതുപോലുള്ള ഹാർഷായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കാലക്രമേണ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാം. അപ്പൊ അല്ലാത്ത പക്ഷം നമ്മൾ ഇപ്പൊ എന്റെ ക്ലിനിക്കിലെ കാര്യം ഞാൻ പറയാം, എനിക്ക് ബാക്കിയുള്ള സ്ഥലത്തെ ഒന്നും പറഞ്ഞുകൂടാ. നമ്മൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഉപയോഗിക്കുന്നത്. അത് ഞാൻ പറഞ്ഞ മെഡിസിൻസ് നമ്മൾ ഹോമിയോപ്പതി മെഡിസിൻ മാത്രം ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന് എത്രത്തോളം സേഫ്റ്റി ഉണ്ടെന്നുള്ളത് എല്ലാ ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ഫുള്ള് സേഫ്റ്റി തന്നെ, ഒരു മാറ്റവും ഇല്ല, ഒന്നുമില്ല. ചുണ്ടിന്റെ കേസ് ഞാൻ പറഞ്ഞു, കണ്ണിന്റെ പറഞ്ഞു, വയറിന്റെ പറഞ്ഞു. ഇപ്പൊ ഒരുപാട് പെൺകുട്ടികൾ ചുണ്ട് വലുതാക്കുന്നുണ്ട്. അത് നല്ലതാണോ? അത് എഗെയിൻ ഓരോ ഇതുപോലെ ഇരിക്കും. ചിലർക്ക് ഇപ്പം എല്ലാവരും ആഞ്ചലിന ജോലി എന്ന് പറഞ്ഞിട്ട് ഒരു ഹോളിവുഡ് സ്റ്റാർ ഉണ്ട്. അവരുടെ ചുണ്ട് അവരുടെ ലിപ് ബ്യൂട്ടി എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ അവരുടെ മുകളിലത്തെ ചുണ്ടും താഴത്തെ ചുണ്ടും ഒരേ പ്രപ്പോർഷനിലായിരിക്കുന്നത്. ആ ഒരു ചുണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആൾക്കാര്, അതാണ് ഒരു ഒബ്സഷനായി തുടങ്ങിയത്.
പക്ഷെ നമ്മളിപ്പം വിരാട് കോഹ്ലിയുടെ വൈഫ് അനുഷ്ക ശർമ്മ ഉൾപ്പെടെ ഉള്ളവരുടെ ചുണ്ട് കഴിഞ്ഞാൽ കണ്ടാല് നമുക്കറിയാം ലിപ് ജോബ് ചെയ്തിട്ട് അവർക്കൊരു എന്താ പറയാ ഒരു ഭയങ്കരമായ വൃത്തികേടിലേക്കാണ് അവർ പോയത് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ആകാം. ചിലർക്കത് നല്ല ഭംഗിയായിരിക്കും. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ മുഖത്തിനനുസരിച്ച് ചെയ്യാന്നുള്ളതാണ്. മേളത്തെ ചുണ്ട് ചെറുതാണെന്ന് തോന്നുകയാണെങ്കിൽ അതിൽ ചെറിയ രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഈ ബഗ് ബീറ്റൺ അല്ലെങ്കിൽ വണ്ട് കടിച്ച ചുണ്ട് പോലെ എന്ന് പറയുന്ന രീതിയിൽ ചെയ്തു വെക്കുന്നത് അത് വൃത്തികേടായിരിക്കും. ഓരോരുത്തർക്ക് ഭംഗിയുള്ള രീതിയിൽ ചെയ്താൽ രസമാവും. ഉദാഹരണം ഇപ്പൊ ഹണി റോസ് പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. അല്ല, എനിക്കറിയില്ല. ഹണി റോസിന്റെ ഷേപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഹണി റോസിന് ആ ഷേപ്പ് ഉള്ളത് കൊണ്ട് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതിപ്പോ നമ്മളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വൃത്തികേടായി പോകും അല്ലേ? അയ്യോ എന്റെ പൊന്നെ, സോഷ്യൽ മീഡിയ ഒട്ടും അറിയാത്ത വ്യക്തിയാ നമ്മളൊക്കെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോരുത്തരും യുണീക്ക് അല്ലേ, അത് അവർക്ക് അത് ചേരും, അവര് അത് നല്ലതായിട്ട് ക്യാരി ചെയ്യുക. അപ്പൊ ഇത്രയും സംസാരിക്കുമ്പോഴും തുടക്കം തന്നെ പറഞ്ഞു, ഏറ്റവും ആൾക്കാർ കമന്റിലൂടെ ആണെങ്കിലും നേരിട്ടാണെങ്കിലും ചോദിക്കുന്നൊരു കാര്യം, എനിക്ക് വെളുക്കണം. ഈ നമ്മൾ ജനിക്കുമ്പോൾ നമുക്കൊരു കളർ ഉണ്ടല്ലോ അല്ലേ? അപ്പൊ ഈ കളർ എത്രയൊക്കെ പുതിയ മിഷ്യൻ കൊണ്ടുവന്നാലും എത്രയൊക്കെ കാര്യങ്ങൾ കൊണ്ടുവന്നാലും നമ്മുടെ കളർ അല്ലേ? അതിൽ മാറ്റം വരുത്താൻ പറ്റുമോ? കളർ വലുതായിട്ട് മാറ്റാൻ പറ്റില്ല, പക്ഷെ നമുക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഒരു 2 ഷെയ്ഡ്സ് ഒക്കെ മേളിലേക്ക് നമുക്ക് അതിനെ കൊണ്ടുവരാൻ പറ്റും. എന്ന് വെച്ചാൽ നാച്ചുറൽ മെത്തേഡ്സ് ഉപയോഗിച്ച് ചെയ്യുന്നതിന് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് ഇപ്പം വെയിൽ കൊണ്ട് കരുവാളിച്ചു അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യം, എന്റെ ബോഡിക്ക് കുറച്ചുകൂടെ കളറുണ്ട്, ആ ഒരു കളർ സ്കിന്നിന് വേണം, അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നാച്ചുറലി ചെയ്യാൻ പറ്റും. നാച്ചുറലി മീൻസ് നമുക്ക് ട്രീറ്റ്മെന്റ്സിലൂടെ ഒരു പരിധി വരെ. അതിന് മുകളിൽ ചെയ്യുന്നത് ചിലപ്പോൾ വല്ല കെമിക്കൽ ക്രീംസോ വൈറ്റനിങ് ക്രീംസ് ഒക്കെ ഇട്ട് ചെയ്യുന്ന, അതൊക്കെ വളരെ വെളുത്തിട്ട് പാറുന്നത്. ആ പാറലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ ഒരു ദുരന്തം ഞാൻ എല്ലാ ദിവസവും കണ്ടോണ്ടിരിക്കുക. ആ സമയത്ത് നന്നായിട്ട് പാറും. എല്ലാവരും പറയും ഭയങ്കര ഭംഗി, അല്ലെങ്കിൽ എങ്ങനെ വെളുത്തു എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഇവർക്ക് കോൺഫിഡൻസ് കൂടി. പക്ഷെ തിരിച്ച് നമ്മള് റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ശരിക്കും മുടിയുടെ കളറായി പോയവരുണ്ട്. എന്ന് വെച്ചാൽ ഉള്ള കളറിൽ നിന്ന് താഴെ പോയി സ്കിൻ മൊത്തം PIH എന്ന് പറയും, പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെന്റേഷൻ, ഈ ഒരു രീതിയിലേക്ക് പോയ ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ശരിക്കും ഉള്ള കളറും കൊണ്ട് അല്ല എന്ന് വെച്ചാൽ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും. ഓഫ് കോഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ ഭയങ്കരമായി വെളുപ്പിക്കുക ഒന്നും സാധ്യമല്ല. നോർമലി നമ്മുടെ ഈ മൂക്കിന്റെ വണ്ണം ഒക്കെ കുറയ്ക്കാൻ പറ്റുമോ? ആരുടെ മൂക്ക്? എന്റെ മൂക്ക് അത്യാവശ്യം വലിയ മൂക്ക്. അജിന്റെ മൂക്ക് ആണോ? അത് മറ്റേ റൈനോപ്ലാസ്റ്റി ഉണ്ട്. മൂക്കിന്റെ വണ്ണം കുറയ്ക്കാൻ പറ്റില്ല, മൂക്കിനെ റീകൺസ്ട്രക്ട് ചെയ്ത് തിരിച്ച് പ്ലാസ്റ്റിക് സർജൻസ് ചെയ്യും. കോസ്മെറ്റിക് പ്ലാസ്റ്റിക് സർജൻസ് ഉണ്ട്, എസ്തെറ്റീഷ്യൻസ് ചെയ്യാറുണ്ട് അവർ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് പുരുഷന്മാരെ കുറിച്ചാണല്ലോ കൂടുതൽ പറഞ്ഞത്. സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഡോക്ടറിനെ തേടി വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? സ്ത്രീകളാണ് പൊതുവെ എല്ലാ കൂടുതൽ സൗന്ദര്യത്തിന്റെ അല്ലേ? പിന്നെ പുരുഷന്മാരും ഉണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയില്ല. ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ വളരെ എന്താ പറയാ പ്രിവെയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഈക്വലി ഇഷ്ടമാണ് സൗന്ദര്യമല്ല, സോ കോൾഡ് ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ഇരിക്കാന്നുള്ള. സ്ത്രീകൾ കൂടുതലും വരുന്നത് ഫേസ് ശരിയാക്കുക, മുടി കൊഴിച്ചിൽ, ഇത് രണ്ടുമാണ് വരുന്നത്. നേരത്തെ പറഞ്ഞു, അജിൻ പറഞ്ഞ പോലെ തന്നെ ഫേസിന്റെ കളർ ഇമ്പ്രൂവ് ചെയ്യുക. കാരണം പണ്ട് അവർക്ക് അത്യാവശ്യം കളർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മുഖത്ത് കുരു വരുന്നു, സിസ്റ്റിക് ആക്നെ വരുന്നു, അതൊക്കെ മാറ്റുക, ഫേസ് ക്ലീൻ ആക്കുക. ചിലർ പറയുന്നത് ഇപ്പൊ എല്ലാവരും വെളുക്കണം എന്നൊന്നുമല്ല പറയുന്നത്, ഒരു ഈവൻ ടോൺ വേണം അങ്ങനെ പറയുന്നവരുണ്ട്. എന്ന് വെച്ചാൽ വെളുക്കൊന്നും വേണ്ട, ഒരു അത്യാവശ്യം ഒരു കളർ. ഇപ്പൊ എന്നെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ വലിയ വെളുത്ത ആളൊന്നും അല്ല. അപ്പൊ ചിലര് മറ്റേ വീഡിയോ കണ്ടിട്ട് വന്നിട്ട് എന്റെ അടുത്ത് പറയാം, വീഡിയോ കാണുന്ന അത്ര കളറില്ല കേട്ടോ. ഞാൻ പറയാം, അതിൽ മേക്കപ്പ് ഇട്ടിട്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ ലൈറ്റപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ക്യാമറ ക്യാച്ച് ചെയ്യുന്ന രീതിയായിരിക്കും. എന്റെ സ്കിൻ ടോണിൽ അങ്ങനെ ആയിരിക്കും ക്യാമറ ഇത് ചെയ്യുന്നത്, റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വലിയ വെളുത്ത ആളല്ല. ഞാൻ ഒരുപാട് വെളുപ്പിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഞാൻ സ്വന്തമായിട്ട് ഞാൻ ചെയ്യാറില്ല. അപ്പൊ ഓരോ കളറിനും ഒരു ബ്യൂട്ടി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ചിലർ അങ്ങനെയും വന്ന് പറയാറുണ്ട്. അപ്പോഴും ഇതിനടി കമന്റ് വരും, ഇത്രയും ഡോക്ടറായിട്ട് നിൽക്കുമ്പോൾ മേക്കപ്പ് ഇട്ടിട്ട് എന്തിനായിരിക്കുന്നത്, നമ്മുടെ ജോലിയാ. പുട്ടി ഇട്ടേക്കുന്ന എന്തിനാന്നൊക്കെയല്ലേ ചോദിക്കും. മേക്കപ്പ് ഒന്നും അല്ലെന്നേ, പുട്ടി പുട്ടി ഇതൊക്കെ പറഞ്ഞു. പക്ഷെ അതൊക്കെ നമുക്ക് അറിയാലോ, നമ്മൾ അതിനൊക്കെ ഫണ്ണാക്കി എടുക്കുന്നുള്ളൂ. പിന്നല്ല, ഇതിനൊക്കെ നമ്മൾ ഇത് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവരവർക്ക് ആവശ്യമുള്ള കാര്യം അവരവർ ചെയ്യുക, അവരവർ മുമ്പോട്ട് പോവുക. എപ്പോഴും നമ്മൾ പറയുമല്ലോ, നമ്മള് താഴോട്ടല്ല നമ്മൾ മുകളിലോട്ട് നോക്കി നമ്മള് മേളിലോട്ട് പറക്കാൻ നോക്കുക, അല്ല താഴോട്ട് ആരൊക്കെ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്ന് ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. ഡോക്ടർ, എന്റെ ഈ കൈയുടെ കളറാണോ ശരിക്കും എന്റെ ഫേസിനുള്ളത്? അല്ല, അജിന്റെ മുഖത്ത് നല്ല ടാൻ ഉണ്ട് ആക്ച്വലി. എന്ന് വെച്ചാൽ അത് വലുതായിട്ടൊന്നും സ്കിൻ കെയറിന് വേണ്ടി ചെയ്യുന്നില്ല, അത് ആ ടാൻ മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നും ഞാൻ കണ്ട. കണ്ണിനടിയിൽ ഓഫ് കോഴ്സ് ഞാനിപ്പോ ശരിക്കും എന്റെ ഫേസ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ വെളുപ്പ് എനിക്ക് കിട്ടുമോ? തീർച്ചയായിട്ടും അത് കിട്ടും, ആ കളർ കിട്ടും. അതിന് മുകളിൽ വെളുക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല, ഈ കളർ കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. പക്ഷെ അത്ര നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഈ വെയിൽ ഒരു വലിയ ഫാക്ടറാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അരമണിക്കൂർ വെയിൽ കൊള്ളുന്നവരല്ല സ്കിൻ ടാൻഡ് ആവുന്നത്. 2 സെക്കൻഡ്, ഇതൊരു പൊള്ളലാണ്.
പൊള്ളല് പോലെയാ. ഞാൻ പറഞ്ഞാൽ അത് എത്രത്തോളം മനസ്സിലാവും അറിയില്ല. അപ്പൊ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഒരു ഷോപ്പിലേക്ക് കയറുന്ന ഒരു 5 സെക്കൻഡ് എന്നാ ചോദിക്കും ഞാൻ മുഖം മൂടി ഇട്ടുകൊണ്ട് നടക്കണമെന്ന്. അങ്ങനെയല്ല, ആ 5 സെക്കൻഡ് എന്ന് പറയുന്ന അത്ര നേരം കൊണ്ട് UV പ്രോമിനന്റ് ആണെങ്കിൽ നമുക്ക് പൊള്ളല് പോലെ അവിടെ അടിച്ച് അപ്പൊ തന്നെ കറക്കും. ഇത് അപ്പം അറിയത്തില്ല. ഒരു 4-5 ദിവസം അല്ലെ ഒരു 1 വീക്ക് കഴിയുമ്പോൾ പല സ്ഥലത്തായിട്ട് നമുക്ക് പിഗ്മെന്റേഷൻ വരും. നമ്മൾ ഈ വെയിലടിച്ചൊക്കെ മറന്നുപോയി. ഇതിനെക്കാട്ടിലും അപകടകരമാണ് കുറേ നേരം വെയിൽ കൊള്ളുന്നത്. ഈവൻ സൺസ്ക്രീൻ ഇട്ടാലും സ്കിൻ കളർ പ്രൊട്ടക്റ്റ് ആവില്ല. എല്ലാവരും വിചാരിക്കുന്ന സൺസ്ക്രീൻ ഇട്ടാൽ, ചിലർ വന്ന് ചോദിക്കും സൺസ്ക്രീൻ ഞാൻ ഇടുന്നുണ്ട് പക്ഷെ എന്റെ കളർ പിന്നെ താഴോട്ട് പോകും, അതെന്താ? സൺസ്ക്രീൻ ഇട്ടിട്ട് പരസ്യത്തിൽ കാണുന്ന പോലെ ഇനി വെയിലിനെ പേടിക്കണ്ട എന്ന് പറയും. അങ്ങനെയല്ല, ഇനി വെയിലിനെ പേടിക്കണമെന്നല്ല, ഒരു ചെറിയ പ്രൊട്ടക്ഷൻ മാത്രമേ സൺസ്ക്രീൻ തരൂ. എപ്പോഴും ഒരു ഫിസിക്കൽ പ്രൊട്ടക്ഷൻ ആണ് നമുക്ക് വേണ്ടത്. കൊട, സ്കാർഫ്, ക്യാപ്പ് അല്ലെ ഹാറ്റ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഒന്നുമില്ല, ഞാൻ പറയും കൈയെങ്കിലും ഇങ്ങനെ ഒന്ന് വെച്ചോണ്ട് പോകാൻ പറയും. ആ ഒരു 2 മിനിറ്റ് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, ഇത്രയും ഭാഗം പ്രൊട്ടക്ട് ചെയ്യാൻ. ഈ രീതിയിലാണ് വെയിലിനോടുള്ള പ്രൊട്ടക്ഷൻ വേണ്ടത്. ഒന്ന്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്ലെൻസിങ് വേണം. രാവിലെയും വൈകുന്നേരം വൃത്തിയായിട്ട് നമ്മുടെ ഫേസിന് ഇണങ്ങുന്ന രീതിയിലുള്ള ക്ലെൻസർ ഉപയോഗിച്ച് മുഖം കഴുകിയിരിക്കണം. ചിലർ പറയുന്നത് ഞാൻ പച്ചവെള്ളം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ മുഖത്ത്. അതൊന്നും നടക്കത്തില്ല. നമ്മൾ വീട്ടിനകത്തിരിക്കുന്നവരാണെങ്കിൽ പച്ചവെള്ളം മാത്രം വെച്ച് കഴുകിക്കും. പക്ഷെ പുറത്തിറങ്ങി യാത്ര ചെയ്യും, വെയിലും ചൂടും പുകയൊക്കെ കൊള്ളുന്നെങ്കിൽ അത് നടക്കില്ല. അപ്പൊ അത് പ്രോപ്പർ ക്ലെൻസിങ് വേണം. മുഖത്തിന് എന്തൊക്കെ പ്രശ്നമുണ്ടോ അതിനെ നമ്മൾ റെക്ടിഫൈ ചെയ്യണം. പണ്ടെനിക്ക് കുരു വന്നപ്പോൾ ഞാൻ ശ്രദ്ധിക്കാതെ അത്രയും ഇത് കൊടുക്കാത്തോണം കുഴിയായത്. അപ്പൊ അന്നേ നല്ലതായിട്ട് നോക്കിയെങ്കിൽ അത്രയും കുഴി വരത്തില്ലായിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചു പോവാം. മെയിൻ ആയിട്ട് ഹൈഡ്രേഷൻ, വെള്ളം കുടിക്കുക. 2 ലിറ്റർ വെള്ളം മിനിമം കുടിക്കുക. മധുരം മാക്സിമം കുറയ്ക്കുക. വറുത്തത് പൊരിച്ചത് മാക്സിമം കുറയ്ക്കുക. ബേക്കറി കുറയ്ക്കുക. ഇത് ഇത്രയും നമ്മൾ പ്രൈമറി ചെയ്യണം. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ആന്റി ഓക്സിഡൻസ് ഉള്ള ഫുഡ് കഴിക്കുക. മാതളം, പേരയ്ക്ക, ക്യാരറ്റ്, നെല്ലിക്ക, ഇങ്ങനത്തുള്ള സാധനങ്ങൾ ഡെയിലി ബേസിൽ എടുക്കുക. ഇത് ചെയ്യുമ്പോൾ സ്കിന്നിന് അകത്തുനിന്നും കൂടെ റേഡിയൻസ് വരും. പുറമേ മാത്രമല്ലല്ലോ, അകത്തുനിന്ന് ഒരു റേഡിയൻസ് വന്നാലേ ഈ പറഞ്ഞ ബ്യൂട്ടി ആയാലും എന്തായാലും നമുക്കൊരു പ്ലസന്റ് ഒരു ലുക്ക്, ഒരു ഫീല് കിട്ടത്തുള്ളൂ. ഇത്രയും ചെയ്ത് അത്യാവശ്യം വ്യത്യാസം വരും. അപ്പൊ ഇനി നമ്മൾ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഈ ഒരു കളർ വരും. താങ്ക് യു കേട്ടോ.